പാടുമെന്നു ഉള്ള കർത്താവേ, എത്ര മഹാ, എത്ര മഹാ. വെല്ലുവിളികളിലൂടെയും കടന്നുപോയപ്പോൾ താൻ ദൈവാത്മാവിൽ ഒരു പ്രഖ്യാപനം നടത്തി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ കടന്നുപോയ പ്രതികൂല സാഹചര്യങ്ങൾ, വെല്ലുവിളികൾ ഒരിക്കലും തനിക്ക് തൻ്റെ ബുദ്ധി കൊണ്ടോ തൻ്റെ മാനുഷിക ബലം കൊണ്ടോ അതിജീവിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ തൻ്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തുണയായി ബലമായി വെളിപ്പെട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നതായ എല്ലാ പ്രതികൂലങ്ങളെയും, എല്ലാ വെല്ലുവിളികളെയും, എല്ലാ എതിരികളെയും ആത്മാവിൽ ജയിക്കുവാൻ തനിക്കിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. നാം അനുഭവിച്ചറിയുന്ന ദൈവശക്തി, നാം അനുഭവിക്കുന്ന ദൈവകൃപ മാനുഷികമല്ല. ഈ ലോകമല്ല അതിൻ്റെ ഉറവിടം, സ്വർഗമാണ് അതിൻ്റെ ഉറവിടം. ഈ ലോകമായിരുന്നെങ്കിൽ അതിനെ തകർക്കാമായിരുന്നു. പക്ഷെ ഇന്ന് പകൽ ഈ സന്ധ്യാസമയം തിരിച്ചറിയുക, ലോകമല്ല അതിൻ്റെ ഉറവിടം. സ്വർഗത്തിലെ പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഉത്ഭവിച്ച് നമ്മുടെ ഈ ശരീരത്തിലേക്ക്, മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സന്ധ്യാസമയം വിശ്വസിക്കുക, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്നെ ചിലതിനു വേണ്ടി പ്രാപ്തനാക്കുന്ന, ചിലതിനു വേണ്ടി ശക്തീകരിക്കുന്ന, അല്ലെങ്കിൽ ചിലതിനു വേണ്ടി ഒരുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ഇടവരട്ടെ. ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ചത്, ഇന്ന് പകൽ ഇവിടെ ആരാധനയിൽ പങ്കെടുത്തവർ അനുഭവിച്ചത്, ഇന്നലത്തെ ഫയർ കോൺഫറൻസിൽ അനുഭവിച്ച ദൈവശക്തി എന്ന് പറയുന്നത് നമ്മെ പരാജയപ്പെടുത്തുന്നതല്ല. പകരം ഇന്നലകളിൽ നമ്മളെ പരാജയപ്പെടുത്തിയ ലോകത്തിന് മുമ്പിൽ, രോഗത്തിന് മുമ്പിൽ, ശാപത്തിന് മുമ്പിൽ, പാപത്തിന് മുമ്പിൽ നമ്മളെ ജയത്തിലേക്ക് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ ഹൃദയവും ഏകാഗ്രമാക്കി പ്രൈസ് ദി ലോർഡ് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. അന്യഭാഷകളിൽ മഹത്വപ്പെടുത്തി തുടങ്ങട്ടെ. ഇന്ന് പകൽ ഈ സന്ധ്യാസമയം വിശ്വസിപ്പാൻ ഇടവരട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ വന്നത് ഈ സന്ധ്യാസമയം നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ മൂന്നാമത്തെ രാത്രിയിൽ അവസാനത്തെ സെക്ഷനിൽ നാം വന്നെത്തിയിരിക്കുന്നത് ശക്തനാക്കുന്ന ദൈവശക്തി, ശക്തനാക്കുന്ന ദൈവത്തിന്റെ കൃപ. അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ലമനഗരിഗദലരഗമന ബൗഷന്ധനാരഗദഗൽകന ജുഡബലധിഗദനരഗമന വൈഡഗൽകന ലബലബശൈഡഗലന്ധൂരഗനേരിഗദേ അർദ്ധനാരഗദലരിഗമന വൈഡഗൽകന ലിബലബശൈഡാരഗനഗടഗ സംധനേരഗദേ ഹോറബദലരിഗമന വൈഡേരഗനേരിഗദേരഗനേ. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ അന്തരീക്ഷ മണ്ഡലങ്ങൾ ആത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകട്ടെ. പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യം ഹല്ലേലൂയ ഈ പന്തലിനകത്ത് നിറഞ്ഞ നിൽക്കേണ്ടതിന് ഇന്നലകളിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം, കാലാവസ്ഥകളെ അനുഗ്രഹിച്ച ദൈവം, നമുക്ക് വേണ്ടി ഹല്ലേലൂയ വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തിയവനായ ദൈവം. യെസ്, കരങ്ങളെ അടിച്ച അല്പനേരം ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട.
അർത്തലരകരകരമരവൈടകരം ദലരികബലഭൂഷം ധീനി. യെസ് വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനത്തിന്റെ നടുവിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, ഈ ശബ്ദപരിധിക്കുള്ളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മഹാ പദ്ധതിക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്വർഗീയമായ ശബ്ദം കേൾക്കേണ്ടതിന്, സ്വർഗീയമായ ശക്തി ധരിക്കേണ്ടതിന് ഈ സന്ധിയെങ്കിൽ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യേണ്ടതിന് ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്താക്കിയതിനായി ഞങ്ങൾ അവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കേണ്ടതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവാത്മാവിന്റെ നിയന്ത്രണം കർത്താവേ, ഈ ഗ്രൗണ്ടിൽ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവാത്മാവ് കൽപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ വിടുതലുകൾ അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഇന്നലകളിൽ ഇന്ന് പകൽ വെളിപ്പെടാത്ത നിലവാരത്തിൽ, ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ഇന്ന് കർത്താവേ ഈ സന്ധ്യാസമയം വെളിപ്പെടുന്നതോർത്ത് സ്തോത്രം. വലിയ വിടുതലുകൾ ഞങ്ങൾ അനുഭവിക്കുന്നത്, അസ്ഥികളിൽ കർത്താവേ ജീവൻ വ്യാപരിക്കുന്നത്, അതിൽ കർത്താവേ സ്തോത്രം. ത്വക്കുകൾ ഹല്ലേലൂയ, കർത്താവേ ഞരമ്പുകൾ ഹല്ലേലൂയ, മാംസങ്ങൾ വന്നു ചേരുന്നത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് കാണായി വരുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ प्रभु मेरा जीवन तूने कितने आशीषों से भरा, इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे। अंतर्यामी है, तेरे संग चलने में कोई नहीं हारी है। तेरे स्तुति करता रहूं, गीत तेरे गाता रहूं, मेरे जीवन में मैंने बस यही खानी
इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे। സ്നേഹമുണ്ട്, എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. അവൻ മാത്രം സന്തോഷം നൽകുന്ന ദൈവം. ആമേൻ. हर तरफ उदासी थी, आके मेरी प्यासी थी, टूटा मेरा जीवन था, नहीं कोई साथी था। मेरे जीवन में तू आया, खुशियाँ लेके आया, जीवन भर गई मेरी आशीषों से तेरी, इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे। प्रभु मेरा जीवन तूने इतने आशीषों से भरा, इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे, इसलिए मैं कहता हूँ तुझसे प्यार है मुझे। നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമ്പോൾ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചുഴലിയിൽ ഇത്ര ഒരു നല്ലൊരു യോഗ നടക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ചുഴലിയിൽ ആരോ ചിലർ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ടാണ്. നസ്രയത്തിൽ യേശുവിന് ജന്മം കൊടുക്കാൻ നസ്രയത്ത് തീരുമാനിച്ചാൽ, യേശുവിനെ വളർത്താൻ നസ്രയത്ത് തീരുമാനിച്ചാൽ, നസ്രയത്ത് ഭൂമിയുടെ ഏറ്റവും ഔന്നത്യമുള്ള സ്ഥലമായി മാറും. അത് മനസ്സിലാകുന്നു. ചുഴലിനെ യേശുവിനെ സ്വീകരിച്ചാൽ, വാഴക്കുഴിയിൽ യേശു വളരുവാൻ അനുവാദം കൊടുത്താൽ, യേശുവിനെ അവർ ഉയർത്തിയാൽ, വാഴക്കുഴി ലോകത്തിൻ്റെ ഫേമസ് ആയി മാറും. അടുത്തിരിക്കുന്ന ഒരാൾ കൈകൊടുത്ത് പറയാമോ അത് ശരിയാ? ഈ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് നല്ലതായിട്ടൊന്ന് കൈയടിച്ച്, കൈ അങ്ങ് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ വേണം, നൃത്തം പറയുമ്പോഴടിക്കണം. ഈ വാത്സല്യ മീറ്റിംഗ് നടത്തുന്ന ബാബുച്ചാൻ്റെ മകൻ എബൽ ഒരു യങ് പ്രീച്ചറാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എബൽ പ്ലീസ് കം ഫോർവേഡ്. Hebrews chapter 12 verse 2. എബ്രായ ലേഖനം 12:2. Let us fix our eyes on Jesus, the author and perfecter of our faith, who for the joy set before him endured the cross,
scorning its shame, and sat down at the right hand of the throne of God. Those 6 words are what an awesome God we have. എനിക്കിവിടെ 6 വാക്കുകളാണ് ലഭിച്ചിരിക്കുന്നത്. 6ഉം അതിശയമാണ്, വിസ്മയകരമാണ്. Praise the Lord, that not only Jesus died for us, praise the Lord, but He is the author and perfecter of our faith. യേശു നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അവൻ പൂർത്തിവരുത്തുന്നവനുമാണ്. Praise the Lord. It says in him, who for the joy set before him, he also endured the cross and he scorned its shame. അവൻ പറയുന്നവന്റെ മുമ്പിലുള്ള പ്രയാസത്തെ, കഷ്ടതകളെ അവൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു. Praise the Lord. So he took his shame, he took our shame, he took everyone's shame and put it on himself. നമ്മുടെ നിന്ദയും നമ്മുടെ ലജ്ജയും അവൻ അവന്റെ മേൽ ഏറ്റെടുക്കുകയായിരുന്നു. What an awesome God. നമുക്ക് എത്ര നല്ലൊരു ദൈവമാണുള്ളത്. Praise the Lord. കർത്താവിന് സ്തോത്രം. Praise the Lord. Let's continue to verse 7. നാം 7ാം വാക്യത്തിലേക്ക് തുടരുമ്പോൾ, Praise the Lord. Endure hardship as discipline. God is treating you as sons. For what son is not disciplined by his father? Verse 8. If you're not disciplined and everyone undergoes discipline, then you are illegitimate children and not true sons. 7ാമത്തെ വാക്യവും 8ാമത്തെ വാക്യവും ഒന്ന് ശബ്ദമുയർത്തി വായിക്കുമോ? Praise the Lord. So everyone in this tent, praise the Lord, is not an illegitimate child. It's you are a true son and daughter of Christ. ഈ പന്തലിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ മുൻപിൽ നിയമവിധേയമായ മക്കളാണ്. Praise the Lord. Let me tell you why you're a true son and daughter and not an illegitimate son or daughter. നിങ്ങൾ എന്തുകൊണ്ട് കർത്താവിന്റെ പ്രത്യേകമായ നിയമവിധേയമായ മക്കളെന്ന് ഞാൻ പറയുന്നു? An illegitimate son or daughter would be a bystander, praise the Lord. But a true son and daughter has the courage to stand up and praise and give glory to our God. ദൈവത്തിന്റെ സ്വന്തം മക്കൾ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തിന്റെ അവകാശങ്ങൾക്ക് പാത്രരുമാണ്. എന്നാൽ നിയമവിധേയമായ മക്കൾ പലപ്പോഴും അതിന് അനുവദനീയമല്ല. Praise the Lord. So as true sons and daughters of our Christ God, praise the Lord, we have some rights and responsibilities. കർത്താവിന്റെ പ്രിയ മക്കളായി നാം തീരുമ്പോൾ നാം കർത്താവിൽ ചില അവകാശങ്ങളെ പ്രാപിക്കുകയാണ്. Praise the Lord. So let's continue to verse 10 and I'll fully explain what I'm saying. 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. Our fathers disciplined us for a little while they thought best, but God disciplines us for our good, that we may share his holiness. Praise the Lord. Amen. That when I saw this verse, praise the Lord, I just sat there and I couldn't speak. ഞാൻ ഈ വാക്യം വേദപുസ്തകത്തിൽ കണ്ടപ്പോൾ ഞാൻ കുറെ നേരം കുത്തിയിരുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. Praise the Lord. Our fathers of flesh, praise the Lord. That's what I say, praise the Lord. Theoretically speaking, they're our father, praise the Lord. But when you look at the big picture, the person up there is our father. നാം ജഡത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ജഡത്തിൽ ഒരു അപ്പനുണ്ട്, ഒരു പിതാവുണ്ട്. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ ഒരു നിത്യപിതാവുണ്ട്. Praise the Lord. So our fathers of flesh, praise the Lord, they disciplined us for us to be a light in this area, for us to be a blessing on this area. ലോകത്തിൽ നമുക്കുള്ള പിതാവ് നമ്മളെ ശിക്ഷ പലപ്പോഴും ചെയ്യുന്നത് ഈ ലോകത്തിൽ നാം ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്. Just in this area. So they disciplined us to be a blessing on just this area. ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ലോക്കൽ ഏരിയയിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ പിതാവ് നമ്മളെ ശിക്ഷിക്കുന്നത്. Praise the Lord. But our Father, our spiritual Father, you know what he did? He climbed on that cross. He scorned his shame. You know why? Because he wants us to be the light of this world. നമ്മുടെ ആത്മീക പിതാവ് നമുക്ക് വേണ്ടി കാൽവരിയുടെ ക്രൂശ് കരേറിയത് നാം ഒരു വെളിച്ചമായി തീരുവാൻ വേണ്ടിയാണ്. Praise the Lord. Praise the Lord. Praise the Lord. So he didn't want us to be a light or a blessing on just this area, but praise the Lord, but he wanted us to be a blessing and a light of this world. ഒരു പ്രാദേശിക ഏരിയയിൽ വെളിച്ചമായിരിക്കുവാൻ വേണ്ടി മാത്രമല്ല, ലോകത്തിന്റെ വെളിച്ചമായി നാം മാറണം നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു. Praise the Lord. In Isaiah, in the book of Isaiah, it says, God says that I will not share my glory. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കുകയില്ല. Praise the Lord. But in this verse it says that we may share in his holiness. എന്നാൽ ഇവിടെ ഈ വാക്യത്തിൽ പറയും, നാം അവന്റെ വിശുദ്ധിയെ ഷെയർ ചെയ്യുന്നവരാകണം. Praise the Lord. What an awesome God we have, that he gives a little bit of himself just for us. എത്ര വിസ്മയകരമായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവനുള്ളത് നമുക്ക് ഷെയർ ചെയ്യുകയാണ്. Praise the Lord.
in the Bible it says that even if we ask a drop of His mercy is abundant to us. നാം ഒരു തുള്ളി കരുണ അവനോട് ചോദിച്ചാൽ ഒരു കൂട്ടം വെള്ളം പോലെ കരുണ പകരുന്നവനാണ് നമ്മുടെ കർത്താവ്. Praise the Lord. Your cup will overflow with mercy. ഓ നമ്മുടെ പാനപാത്രം നിറഞ്ഞ കരുണ കൊണ്ട് കവിയുകയാണ്. Praise the Lord. His glory will overflow on top of us. നമ്മുടെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ നിറഞ്ഞ കവിയുകയാണ്. Praise the Lord. So what I'm trying to say is that our fathers of flesh, praise the Lord, they disciplined us to be a blessing in this area, not in the world, because in their mind they could just not imagine it. ലോകത്തിലെ നമ്മുടെ പിതാവ്, നമ്മൾ ജനിപ്പിച്ച നമ്മുടെ പിതാവ് നമ്മളെ ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത് ഈ ഒരു കുഞ്ഞു ലോകത്തിൽ അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്. Earlier I said, as true sons and daughters, we have a special responsibility. We have special rights and responsibility, and I'll tell you what that right is. നമ്മുടെ നിത്യ ദൈവത്തിന്റെ, നിത്യ പിതാവിന്റെ യഥാർത്ഥ കുഞ്ഞുങ്ങളായി നാം തീരുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. Praise the Lord. And that is running for God. അത് നമ്മുടെ പിതാവിന്റെ പിന്നാലെ ആയിക്കൂടുക എന്നുള്ളതാണ്. Praise the Lord. Praise the Lord. Praise God. You know, I'll give you an example. Praise the Lord. I have two cousins. Praise the Lord. One of my closest two cousins. They're around my age. When my uncle says something, they're so fast to get on my bike. My uncle might say, go to the market and buy some fish. And before the sentence leaves their throat, they're already on their bikes and they're already leaving. ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം. എനിക്ക് രണ്ട് കസിൻസ് ഉണ്ട്. എൻ്റെ അങ്കിൾ അവരോട് എന്തെങ്കിലും മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവാ എന്ന് പറയുന്നതിന് മുമ്പ് ആ സെന്റൻസ് തീരുന്നതിന് മുമ്പ് അവർ ബൈക്കിൽ കയറി പോയിരിക്കും. Praise the Lord. So they're running for their families. They're living for their families. അവരുടെ പിതാവിന് വേണ്ടി ഓടുകയാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടി അനുസരണത്തോടെ ഓടുകയാണ്. Praise the Lord. So let me tell you something. Running for your families and living for your families is a great thing, but that is not our main priority. God put us on this earth for us so that we may run and live for God. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഇവിടുത്തെ കുടുംബത്തിന് വേണ്ടി ഓടുന്നത് ഒരു വലിയ കാര്യമാണ്. ഇവിടുത്തെ പിതാവ് പറയുമ്പോൾ കേൾക്കുന്ന ഒരു വലിയ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യമാണ് സ്വർഗീയ പിതാവ് പറയുമ്പോൾ അവന്റെ പിന്നാലെ നിങ്ങൾ ഓടുകയും അവന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. Praise the Lord. Praise God. As I was saying that, I'll tell you why this is not our main priority, not living or running for our family. ഞാൻ പറയാം എന്തുകൊണ്ട് ഈ ലോകപ്രകാരം നാം ബന്ധപ്പെടുന്നത് നമുക്ക് വലിയ മുൻകരുതലുള്ള കാര്യമല്ലെന്ന് എന്തുകൊണ്ട് ഞാൻ പറയാം. Tomorrow if God comes, how can we say that I'm busy, that I need to go to the market and buy some fish or I need to buy some rice? നാളെ നമ്മുടെ ദൈവം നമ്മുടെ മധ്യ ഇറങ്ങി വന്നാൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഞാൻ തിരക്കുള്ളവനാണ്, എനിക്കതുകൊണ്ട് സമയമില്ല എന്ന്? If God says, let me take you to heaven, how can you disagree with him? കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ ദൈവത്തോട് അത് തിരിച്ചു പ്രതികരിക്കാൻ കഴിയും? Praise the Lord. So that's what I'm saying, is that we should be running and living for our living Father. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏത് സമയത്തും കർത്താവ് വരാം, അതുകൊണ്ട് കർത്താവിന് വേണ്ടി നാം ഓടണം. Praise the Lord. ഹല്ലേലൂയ. I'll tell you something. This is the end of age. In the Bible it says the end of age is near. Repent. വേദപുസ്തകം പറയുന്നത് അവസാന കാലമാണ്. അവസാന കാലമായാൽ ആകയാൽ കാലം സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. It says in the Bible, at the end of age, your old men will dream dreams and see visions, and your little children will prophesy. വേദപുസ്തകം പറയുന്നു അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനും ആത്മാവിനെ പകരുമ്പോൾ നിങ്ങളുടെ വൃദ്ധന്മാരും സ്വപ്നം കാണുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുകയും ചെയ്യും. Praise the Lord. Praise the Lord. So he put us on this earth not to run and live for our family. Praise the Lord. Do not get me wrong. It's not our main priority. എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് നമ്മളുടെ ഈ ലോകത്തിലെ പിതാവിന് വേണ്ടിയോ ഫാമിലിക്ക് വേണ്ടിയോ മാത്രം ഓടുന്നവരായിട്ടല്ല. Praise the Lord. ആമേൻ. So it's running for God. Praise the Lord. When I was thinking yesterday, I need to prepare something to say. Praise the Lord. And this is what that God told me in my heart. ഇന്നലെ രാത്രി ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞ കാര്യമാണിത്. Sometimes I wish that I had my cousins' energy, praise the Lord, because they endlessly run for their family. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് എൻ്റെ കസിൻസിനെ പോലെ, അനുസരിക്കുന്ന കസിൻസിനെ പോലെ ഞാനും അതേ ഉത്സുകനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. Praise the Lord. So that if I had that much energy, I could be running for God endlessly. ഞാൻ ചിന്തിക്കാറുണ്ട് ആ ഉത്സാഹം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി അധികം ഓടിയേനെമായിരുന്നു. Praise the Lord. Let me tell you something. If you yearn to run for God, He will actually accept your wish. നിങ്ങൾ യേശു കർത്താവിന്റെ പിന്നാലെ ശക്തിയോടെ ഓടുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് തരും. Praise the Lord. Hallelujah. Praise the Lord. Let me tell you something. You're on the prime of your age. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമേറിയ ഒരു അവസരത്തിലാണ്.
So do not put running for God into a side. Praise the Lord. നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടുന്നത് ഒരിക്കലും പിൻപിലാക്കരുതേ. Praise the Lord. Let me tell you something. If you say that, oh, maybe in 30 years I'll run for God, your plan may not work out as you plan. നിങ്ങൾ ഒരിക്കലും പറയരുത് 30 വയസ്സായിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ഓടാം. നിങ്ങളുടെ പദ്ധതികൾ നിറവേറണമെന്നില്ല. Praise the Lord. So tomorrow may be the day that God will be coming for us. And if you run for Jesus today, even tonight, let me tell you something. God's going to let you share His holiness. ഒരുപക്ഷെ നാളെ ആയിരിക്കാം, ഇന്ന് രാത്രിയിലായിരിക്കാം, ഈ സമയമായിരിക്കാം യേശു കർത്താവ് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും മാറ്റിവെക്കരുത്. അവന്റെ വിശുദ്ധിയെ നമുക്ക് ഷെയർ ചെയ്യാം. Praise the Lord. When I was sitting there in that chair, ഞാൻ ആ കസേരയിൽ അവിടെ ഇരിക്കുമ്പോൾ I was having a fellowship with the Holy Spirit. I was just sitting there. ഞാൻ പരിശുദ്ധാത്മാവുമായി ആ കസേരയിൽ കൂട്ടായ്മയിലായിരുന്നു. Praise the Lord. And I was thinking to myself, I was saying, Holy Spirit, I'm scared. I'm scared. I need you with me. ഞാൻ പറയായിരുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ പേടിച്ചിരിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നു, നീ എന്നെ സഹായിക്കണം, എൻ്റെ കൂടെ വരേണമേ. This is what the Holy Spirit said. ഇതാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. Praise the Lord. He said, Abel, you've had 10 years to be scared. Get up on that stage and I'll stand right next to you. ആ പരിശുദ്ധാത്മാ പറഞ്ഞു, ഏബലേ നിനക്ക് 10 വർഷം കൂടി ഇനിയും ഭയപ്പെടാനായിട്ടുണ്ട്, പക്ഷെ നീ ഇപ്പം കയറാമെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. Praise the Lord. Hallelujah. Praise the Lord. It says in verse 2 that He is the perfecter of our faith. രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു, 12-ാം അധ്യായത്തിൽ അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ്. So through His faith that He's given us, I can actually believe that the Holy Spirit is standing right here. അവൻ നമുക്ക് എന്ന വിശ്വാസത്താൽ നോ എനിക്കിപ്പോ പറയാൻ കഴിയും, എൻ്റെ ഭാഗത്ത്, എൻ്റെ ഇടത് ഭാഗത്ത് യേശു എൻ്റെ കൂടെ നിൽപ്പുണ്ട്. Praise the Lord. Give a good hallelujah if you believe that the Holy Spirit. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ. Praise the Lord. So yesterday I was thinking, I need to give Jesus, I want a prophecy. I want to prophesy to this crowd. ഇന്നലെ ഞാൻ കർത്താവിനോട് പറയുന്നു, കർത്താവ് എനിക്ക് പ്രവചിക്കണം എന്ന് ആഗ്രഹമുണ്ട്. Praise the Lord. And I said to God, God's been telling me for the past few weeks, this is the end of age. കർത്താവിനോട് കഴിഞ്ഞ ചില ആഴ്ചയായിട്ട് പറയുകയാണ്, ഇത് അവസാന കാലമാണ്. Praise the Lord. He's been showing me verses of in the Bible saying about the end of age. വചനങ്ങളുടെ പെരുപ്പം എൻ്റെ മേൽ പകർന്ന് ഇത് അന്ത്യകാലമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. And so yesterday I was praying that Jesus, give me a prophecy. And at the time he didn't tell me anything. ഞാൻ പറഞ്ഞു, കർത്താവ് അതിനെക്കുറിച്ച് ഒരു പ്രവചനം എനിക്ക് നൽകുമാറാകണമേ. അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല. Praise the Lord. So in the morning, today morning, praise the Lord, I prayed and still no answer. ഇന്ന് രാവിലെ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിക്കുകയും പിന്നെയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിലും എനിക്കിതൊരു ഉത്തരം കിട്ടിയില്ല. So then I opened the Bible and my eyes fell on this verse. എന്നിട്ട് ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ എൻ്റെ കണ്ണുകൾ ഈ വചനത്തിൽ ഉടക്കി. Praise the Lord. And then God pointed down to verse 12. ദൈവം വിരൽ കൊണ്ട് എന്നെ ആ വചനത്തിലേക്ക് നയിച്ചു. Praise the Lord. Let's read verse 12 and 13. നമുക്ക് 12-13 വാക്യം വായിക്കാം. Therefore strengthen your feeble arms and weak knees. Make level paths for your feet, so that the lame may not be disabled, but rather. Let me tell you something. As true sons and daughters, praise the Lord, God has brought you forward. God has brought you forward even from the darkest bits. അവന്റെ പ്രിയ മക്കൾ എന്ന നിലവാരത്തിൽ നിന്ന് അവൻ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് അവന്റെ അടുക്കലേക്ക് പിടിച്ചിരിക്കുകയാണ്. Praise the Lord, because you have rights and responsibilities. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്തോളം, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്ക് നിശ്ചയമായിട്ട് അവകാശങ്ങളുണ്ട്. Praise the Lord. He doesn't want you to be an illegitimate son or daughter. He wants you to be the true sons and daughters of Christ. അവൻ നിന്റെ കള്ളമക്കളാകാൻ ആഗ്രഹിക്കുന്നില്ല. നീ അവന്റെ കള്ളമക്കളാകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നീ അവന്റെ പ്രിയ മക്കളാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. Praise the Lord. It says, therefore strengthen your feeble arms. അതുകൊണ്ട് കുഴിഞ്ഞ കൈകളെ ശക്തിപ്പെടുത്തുക. In verse 13 it says, make level paths. This is the prophecy that I was looking for yesterday night. അവൻ പറയുന്നു, ദുർഘടമായതിനെ സമഭൂമിയാക്കുക. ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വാക്യം. Praise the Lord. In the Bible it says, I am the voice calling from the desert, make level the paths. വേദപുസ്തകം പറയുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. അത് ഉയർന്ന മലകൾ താഴുകയും താഴെയായത് താഴ്വരകൾ ഉയർന്നും വരേണം. Praise the Lord. It says, so that the lame may not be disabled, but rather healed. അതുകൊണ്ട് കുഴിഞ്ഞ മുഴങ്കാലുകൾ തളർന്നു പോകാതെ അവൻ സൗഖ്യമായി അതിൽ നടക്കണം. God has brought you forward not to be a bystander. God has brought you forward not to be just a person who stands outside the church. God has brought you forward so that if you put your hands on people, that you may be that they may be healed. ദൈവം നിങ്ങളെ വിളിച്ചത് ഒരു ബൈസ്റ്റാൻഡർ ആകുവാൻ വേണ്ടിയല്ല, ഒരു രണ്ടാം തരക്കാരനാകുവാൻ വേണ്ടിയല്ല, ഒന്നാം തരക്കാരിയായി പ്രിയമകനായി അവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. Lord, let me tell you something. If you have faith the size of mustard seed, you can tell a mountain to move away. നിങ്ങൾക്ക് കടുകുമണിയോളം ഉള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ വലിയ മലകൾ നിങ്ങളുടെ മുമ്പാകെ നീങ്ങിപ്പോകും. Praise the Lord. So if there's one person in this crowd who takes on board what they say,
takes on board what I say, praise the Lord, all I'm saying is get ready, because there's going to be miracles in your life. ഈ പുരുഷാരത്തിൽ ഒരാളെങ്കിലും ഞാൻ ഈ പറയുന്ന ഹൃദയത്തിൽ വഹിച്ചിരുന്നെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, യേശു വരാറായി നമുക്ക് ഒരുങ്ങാം. As true sons and daughters, God's going to use you. He's going to send you to other countries to preach His name. പ്രിയ മക്കളെന്നപോലെ അവന്റെ ഇഷ്ടമനുസരിച്ച് നമുക്ക് രാജ്യങ്ങളിലേക്ക് പുറപ്പെടാം. Praise the Lord. When I was sitting there, I said to the Holy Spirit, I don't want anybody's glory. I don't want anyone's sympathy. I want to give everything to you. ഞാൻ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആരുടെയും മഹത്വം വേണ്ട, എനിക്ക് ആരുടെയും സിമ്പതിയും വേണ്ട, അനുകമ്പയും വേണ്ട, എനിക്ക് അങ്ങ് മഹത്വപ്പെട്ടാൽ മാത്രം മതി. Praise the Lord. Let me tell you something. God has brought you in this tent, not so that it's not by your will that He brought you in this tent. It's because that you may be healed, so that He may touch you, and you may be healed so that you can touch others. നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് നിങ്ങൾ ഇവിടേക്ക് വന്നതല്ല, ദൈവം തന്റെ ഇഷ്ടത്തിന്റെ മഹത്വത്തിനായി നിങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവൻ നിങ്ങളെ സ്പർശിച്ച് ഇന്ന് രാത്രി സൗഖ്യമാക്കും. Praise the Lord. So God is disciplining everyone so that actually He loves you. That's why He's disciplining you. അതുകൊണ്ട് ദൈവമായ പിതാവ് നിങ്ങളെ ശിക്ഷിച്ചെന്നവരും ശാസിച്ചെന്നവരും കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. He's punishing you guys. He's punishing everyone, those He loves. അവൻ സ്നേഹിക്കുന്ന എല്ലാവരെയും ശിക്ഷിക്കാറുണ്ട്. Praise the Lord. So that in maybe 10 years time or even 6 months time, that you may be ready to go to different countries and preach His name. അവൻ നിങ്ങളെ പലപ്പോഴും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ 6 മാസത്തിനകം, ഒരുപക്ഷെ 10 വർഷത്തിനകം അവൻ നിങ്ങളെ റെഡിയാക്കി രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ വേണ്ടിയാണ്. Praise the Lord. Hallelujah. I'm saying that in Psalms it says, do not harden your hearts like you did in the desert of Meribah. സങ്കീർത്തനങ്ങളിൽ പറയുന്നു, അത് മരുഭൂമിയിൽ എന്നപോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. Let the Holy Spirit rage through your body just like it's doing. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ജീവിതത്തിൽ വാഴട്ടെ. Open your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക. Praise the Lord. That's the only way you can see God's miracles in your eyes. ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. Praise the Lord. It's saying this is when you have time, go home and read verse 13. It's saying that make level paths. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുവാൻ കഴിയുമ്പോൾ സമയമുള്ളപ്പോൾ നിങ്ങൾ വേദപുസ്തകം തുറന്ന് വായിക്കുക. 13-ാം വാക്യം പറയുന്നു, അത് വഴികളെ ഒരുക്കുക. That is my prophecy to you. അതാണ് എൻ്റെ പ്രവചനം നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. Praise the Lord. You're all prophets, no matter what age or gender. നിങ്ങൾ എല്ലാവരും പ്രവാചകന്മാരാകുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾ വഴിയെ നിരപ്പാക്കുക. God's going to use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. There is no if, there is no but. അവിടെ അതെ വല്ലപ്പോഴും അല്ലെങ്കിൽ എങ്കിലൊന്നില്ല, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. All I'm saying is be ready, because God's going to use you even tomorrow. എനിക്ക് എല്ലാം കൂട്ടി ഇത്ര പറയാനുള്ളൂ, ഒരുങ്ങുക. ഒരുപക്ഷെ ഈ സമയം കർത്താവ് വരാം. Praise the Lord. I just want to end by praying. ഞാൻ പ്രാർത്ഥനയോട് ഇത് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Dear God, പരിശുദ്ധ കർത്താവേ, thank you, Jesus, that we have a chance to sit as a family and glorify your name. യേശുവേ നന്ദി, ഒരു കുടുംബമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി നന്ദി പറയാൻ നീ സമയം തന്നല്ലോ. Jesus, that you said that you want us to be the voice calling from the desert. യേശുവേ നീ പറഞ്ഞു, ഞങ്ങൾ നിന്റെ ശബ്ദമായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നല്ലോ വാക്കായിരിക്കണമെന്ന്. You said that you want us to be prophets. നീ പറഞ്ഞു ഞങ്ങൾ പ്രവാചകന്മാരായിരിക്കണമെന്ന്. Strengthen our weak arms and wobbly knees. ഞങ്ങളുടെ കുഴഞ്ഞ കൈകളും അത് കുഴഞ്ഞ മുഴങ്കാലും ശക്തിപ്പെടുത്തണമേ. Yes, Lord, we want to stand for you. ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. Lord, reign in us. കർത്താവേ ഞങ്ങൾ വാഴണമേ. Praise the Lord, even in our darkest hour, reign in us. ഞങ്ങൾ ഇരുട്ടേറിയ അന്ധതമസേറിയ മണ്ഡലങ്ങളിൽ നീ വാഴണമേ. We bring all the glory to you. ഞങ്ങൾ എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. In Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. കരങ്ങളെ അടിച്ച് നമ്മുടെ പ്രീച്ചറിനെ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്താൽ. സുഖമുണ്ട്, ബലനുണ്ട്, ജീവനുണ്ട് പാദത്തിൽ. സുഖമുണ്ട്, ബലനുണ്ട്, ജീവനുണ്ട് പാദത്തിൽ. நேசிக்கிறே உம்மைத்தானே என் தெய்வமே,
என் இயேசுவே நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. வியாதி நீங்கும் வறுமை நீங்கும் பாரம் நீங்கும் உம் பாதத்தில். வியாதி நீங்கும் வறுமை நீங்கும் பாரம் நீங்கும் உம் பாதத்தில். நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. 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 സുഖപ്പെടുത്തും ബലപ്പെടുത്തും ദൃഢപ്പെടുത്തും ഉം പാദത്തിൽ. സുഖപ്പെടുത്തും ബലപ്പെടുത്തും ദൃഢപ്പെടുത്തും ഉം പാദത്തിൽ. நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. பாடுவோம். நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. பாடுங்க. நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. நேசிக்கிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. உயர்த்துகிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே. உயர்த்துகிறேன் உம்மைத்தானே என் தெய்வமே என் இயேசுவே.
വെച്ച് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്തതിന് ശേഷമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ചെറിയ ആലോചന ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് തുടർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ പ്രഥമ നിമിഷത്തിൽ തന്നെ കർത്താവിനോടൊരു ആലോചന പറയുന്നു, നിങ്ങളോട് പറയുവാൻ വേണ്ടി. കീസിന്റെ മകനാകുന്ന ശൗൽ കഴുതയെ അന്വേഷിച്ചു പോയതുപോലെ ഇതിന് നടുവിൽ ഭൗതികമാകുന്ന ചില ആവശ്യങ്ങളുടെ പേരിൽ കടന്നു വന്നവരുണ്ട്. നഷ്ടപ്പെട്ട കഴുതയെ അന്വേഷിച്ചു വന്നവരെ പോലെ, നഷ്ടപ്പെട്ട കഴുതയെ അന്വേഷിച്ചു വന്ന ശൗലിനെ പോലെ. എന്നാൽ കർത്താവ് ആ ശൗലിന്റെ മേൽ അന്ന് ശമൂവേലിനെ കൊണ്ട് അഭിഷേക തൈലം ഒഴിച്ചതുപോലെ ഇതിന് നടുവിൽ ചില നഷ്ടങ്ങൾ പരിഹരിക്കുവാൻ, ചില കഷ്ടങ്ങൾ പരിഹരിക്കുവാൻ വന്നിരിക്കുന്ന നിന്റെ തലമേൽ അഭിഷേക തൈലം ഇന്ന് കർത്താവ് ഒഴിക്കാൻ പോകുകയാണ്. നിന്നെ ദിശ മാറാൻ പോകുകയാണ്. അധികാരത്തിന്റെ ഒരു ശുശ്രൂഷ കർത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. വാ പ്രഭു. അധരം തുറന്നു. പിന്നിലിരിക്കുന്നവരൊക്കെ അധരം തുറന്നു. ഒരു രാജകീയ അഭിഷേകത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒഴിക്കട്ടെ. നിന്നിലൊരു വലിയ മാറ്റം സംഭവിക്കുവാൻ ഇടവരട്ടെ. ഒരു ഷിഫ്റ്റ് സംഭവിക്കുവാൻ ഇടവരട്ടെ. നീ ഇപ്പോൾ ആയിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് അടുത്ത ഒരു നിലവാരത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ ഇടവരട്ടെ. ഈ ശുശ്രൂഷകളുടെ ആരംഭത്തിൽ നിങ്ങളിൽ ഒരു പുത്രൻ ഇവിടെ നിന്ന് പ്രവചിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന മറ്റു മാതാപിതാക്കളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുവാൻ തക്കവണ്ണമായി തലമുറകളുടെ മേൽ ഒരു പകർച്ച സംഭവിക്കുവാൻ ഇടവരട്ടെ. വന്നിരിക്കുന്ന അഭിഷക്തൻ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ നിനക്ക് വെളിപ്പെട്ട് കിട്ടാൻ പോകുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ആ ശക്തിയോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള വചനത്തിലെ അത്ഭുത സത്യം നിനക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ പോകുകയാണ്. അതോടുകൂടെ നീ രക്ഷപ്പെട്ടു. നിന്റെ വീട്ടിനകത്ത് ഇത്ര നാളായിട്ട് അസമാധാനം സൃഷ്ടിക്കുന്ന ദുഷ്ടനെ ഇന്ന് രാത്രി നീ അടിച്ചു പുറത്താക്കും. ഒരു പ്രവാചകനും നിന്റെ വീട്ടിൽ കയറേണ്ട കാര്യമില്ല. നിന്റെ അധരത്തിന്റെ മേൽ അധികാരത്തിന്റെ പകർച്ച പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പ്രാപിച്ചോ. അധികാരമുള്ളവരൊക്കെ വാ തുറന്നു. ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു. ഓ, നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ ഇന്ന് സ്ഥാപിക്കപ്പെടുവാൻ പോകുകയാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആകുവാൻ പോകുകയാണ്. മാത്രവുമല്ല, ഈ ദേശത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഈ ദേശത്ത് ഈ യോഗം ഭയങ്കരമാകുന്നൊരു മാറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ദൂരെ ഇരുന്ന് കേൾക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ കേട്ടുകൊള്ളുക. ഇന്ന് ഈ ദിവസങ്ങൾ തുടങ്ങി ഒരു ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ ദേശത്ത് അടിക്കാൻ പോകുകയാണ്. ഇത് യോഗം ഇവിടെ ഇങ്ങനെയുള്ള ടെൻഡിട്ട യോഗം അവസാനിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവസാനിക്കുന്നില്ല. ഭയങ്കര ഒരു കാറ്റടിക്കാൻ പോകുകയാണ്. അടുത്ത 10 വർഷത്തിലുള്ള ഈ ദേശത്തിന്റെ മുഖച്ഛായ, ആത്മീക മുഖച്ഛായ മാറത്തക്കവണ്ണമുള്ള ഒരാത്മീക ഉണർവിന്റെ ഉദ്ഘാടനമാണ് ഈ യോഗത്തിലൂടെ നടന്നിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ സ്വീകരിച്ചുകൊണ്ട് പ്രതികരിക്കുവാൻ തയ്യാറാകുക. ആ കാറ്റ് ഈ രാത്രികാലം ഈ ദേശത്തിന്റെ മേൽ വീണ്ടും ആഞ്ഞു വീശട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മേൽ ആ അഭിഷേകത്തിന്റെ കാറ്റ് ആഞ്ഞു വീശട്ടെ. വാ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ആ ശക്തി പുറപ്പെടട്ടെ. വാ, സാധാരണമാകുന്ന പ്രവൃത്തികൾ അനുഭവിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കുമെന്ന് ഈ പ്രഥമ നിമിഷങ്ങളിൽ തന്നെ സമ്മതിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുകയാണ്. അങ്ങത് സ്വീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം ആധാരവാക്യമായി ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ഉയർത്തെഴുന്നേൽപ്പ് എന്ന ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും
കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിനെ കർത്താവ് നമ്മുടെ നടുവിൽ അയക്കുവാൻ പോകുകയാണ്. ദേശങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, കുടുംബങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, വ്യക്തികൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, ശുശ്രൂഷകൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്, മാത്രവുമല്ല അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനുമാണ്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്, അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണ്. ആരെങ്കിലും തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വന്നിരിക്കുകയാണ്. തകർന്നുപോയി തീർന്നുപോയി എന്ന് കരുതുന്നവർ, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വന്നിരിക്കുകയാണ്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടവരാകുന്നു എങ്കിൽ സാരമില്ല, കർത്താവ് നിന്നോട് പറയുകയാണ്, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വന്നിരിക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുകയാണ്. 3 ഉയർത്തെഴുന്നേൽപ്പുകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയുണ്ടായി. അതിൽ 2 ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായമാണ്. ഏറ്റവും അവസാനമായിട്ട് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവാകുന്ന യേശു തന്നെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി. അങ്ങനെ 3 ഉയർത്തെഴുന്നേൽപ്പുകൾ നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം. നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് ഒരു വലിയ മാറ്റം വരുത്തുവാൻ പോകുന്നു എന്ന് ഇടപെട്ടിരിക്കുന്നതിനാൽ ഈ വചനം എനിക്കുള്ള വചനമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം. ഈ വചനത്തിനകത്ത് പൊതിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആ ശക്തി മാത്രം മതി നീ ഉയർത്തെഴുന്നേൽക്കുവാൻ. ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുവിന്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അവിടത്തേക്ക് ഏതെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വസ്തുവാകുന്ന ടൂൾസിന്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഉപകരണങ്ങൾ, വസ്തു കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളുടെ ആവശ്യമില്ല. അവിടുത്തെ വാ തുറന്നാൽ മാത്രം മതി. കുഷ്ഠരോഗി സൗഖ്യമാകണമെങ്കിൽ അവിടുത്തെ വാ തുറന്നാൽ മാത്രം മതി. മുടന്തൻ സൗഖ്യമാകണമെങ്കിൽ അവിടുന്ന് വാ തുറന്നാൽ മാത്രം മതി. അപ്പോൾ അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന്റെ മേൽ പൊതിഞ്ഞിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മേൽ വന്ന് തട്ടിയാൽ മതി, അവസ്ഥകൾ മാറുവാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ കാണുന്നതിന് പകരമായിട്ട് ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കുവാൻ പോകുന്നു. 11-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വളരെ അത്ഭുതകരമാകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ലാസർ എന്ന വ്യക്തി, ബഥാന്യയിലെ വീട്ടിലെ മറിയുടെയും മാർത്തയുടെയും സഹോദരനാകുന്ന ലാസർ മരിക്കുവാനിടയായി. അവൻ ദീനം പിടിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ, അവന് രോഗം വന്ന സന്ദർഭത്തിൽ തന്നെ കർത്താവ് അവനെ കുറിച്ച് അറിഞ്ഞതാണ്. എന്നാൽ കർത്താവ് വരുവാൻ വൈകി. മരിച്ച് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു വന്നത്. ബഥാന്യ എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ യെരുശലേമിൽ പോകുകയാണെങ്കിൽ, യെരുശലേമിനെ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ 3 ചെറിയ പർവ്വതങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ നടുവിലുള്ള പർവ്വതമാണ് യെരുശലേം എന്ന് പറയുന്നത്. അപ്പുറത്ത് സിയോൻ കുന്നുണ്ട്, അതിനിപ്പുറത്തായിട്ട് ഒലിവ് മലയുണ്ട്. ഒലിവ് മല കർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു യാത്ര ചെയ്യുന്ന വഴിയായിരുന്നു. അവിടുന്ന് കിദ്രോൻ തോട് കടന്ന് യെരുശലേമിൽ വന്ന് പകൽ ശുശ്രൂഷിച്ചതിന് ശേഷം രാത്രി സന്ധ്യ മയങ്ങുമ്പോൾ തന്നെ കർത്താവ് കിദ്രോൻ തോട് കടന്നതിന് ശേഷം ഒലിവ് മല കയറിയിട്ട് ഒലിവ് മലയുടെ അങ്ങേ ഭാഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെയാണ് ബഥാന്യ എന്ന് പറയുന്ന ഗ്രാമം. ആ ബഥാന്യ എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു കർത്താവ് വിശ്രമിച്ചിരുന്നത്. വീണ്ടും അടുത്ത പ്രഭാതം വരുന്ന സന്ദർഭത്തിൽ കർത്താവ് ബഥാന്യയിലെ ലാസറിന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഒലിവ് മല കടന്ന്, ഒലിവ് മല ഇറങ്ങി, കിദ്രോൻ തോട് കടന്ന് യെരുശലേം ദേവാലയം ഇരിക്കുന്ന ഇടത്ത് വന്ന് ശുശ്രൂഷിക്കുമായിരുന്നു. അതിനാൽ ഈ ഭവനം എന്ന് പറയുന്നത് യെരുശലേമിലെ കർത്താവിന്റെ വിശ്രമ സ്ഥലമായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷകൾ 2 ഇടങ്ങളിലായിരുന്നു. ഒന്ന് ഗലീലയിലായിരുന്നു. ഗലീലയിൽ പ്രത്യേകിച്ചും കഫർനഹൂമിലായിരുന്നു യേശു ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനമാക്കി മാറ്റിയിരുന്നത്. ബാക്കി ഭാഗങ്ങൾ, ശുശ്രൂഷയുടെ ബാക്കി ഭാഗങ്ങളിൽ യേശു യെരുശലേമിലായിരുന്നപ്പോൾ യേശുവിന്റെ വിശ്രമ സ്ഥലമായിരുന്നു ബഥാന്യയിലെയും മാർത്തയുടെയും മറിയുടെയും വീട്. ആ വീട്ടിലുള്ള ലാസറാണ്, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. എന്നാൽ അവന് രോഗം വന്നപ്പോൾ തന്നെ കർത്താവോട് ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഈ രോഗം മുഖാന്തരം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാൻ പോകുകയാണ്. വളരെ രസകരമായിരിക്കുന്നു. രോഗം കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുമോ? അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. എന്നാൽ കർത്താവിനറിയാം, ഈ രോഗം കൊണ്ട് അവന് കേടൊന്നും വരാൻ പോകുന്നില്ല. ഇതിന്റെ നടുവിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്നു. കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും പിന്നിൽ വ്യാപരിച്ചൊരു പ്രധാനപ്പെട്ട രഹസ്യമുണ്ടായിരുന്നു. അവിടുത്തെ ഗ്ലോറി റിവീൽ ചെയ്യുക.
കാനാവിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതിലൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? അവിടുത്തെ ഗ്ലോറി റിവീൽ ചെയ്യുക, അവിടുത്തെ മഹിമ റിവീൽ ചെയ്യുക. നീ തകർന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ നിന്നെ ആ തകർച്ചയിൽ സഹായിക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഭൂമിയിൽ ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആ തകർച്ചയുടെ നടുവിലേക്ക് നിന്റെ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് നിന്നെ കൈ പിടിച്ച് അവിടെ നിന്ന് ഉയർത്തിയിട്ട് അവിടുത്തെ ഗ്ലോറി വെളിപ്പെടുത്തുവാനിട വരും, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാനിട വരും. ആരെങ്കിലും ആ നിലവാരത്തിലുണ്ടെങ്കിൽ ഇന്ന് നീ ഇവിടെ വന്നിരിക്കുന്നത് അബദ്ധവശാലല്ല. കർത്താവിന് തന്റെ ഗ്ലോറി നിന്നിൽ വെളിപ്പെടുത്തുവാൻ സമയമായിരിക്കുകയാണ്. കർത്താവ് നിന്നിലൂടെ ആ ഗ്ലോറി വെളിപ്പെടുത്തുവാൻ പോകുന്നു. ആമേൻ. ആ നിലയിലായിരുന്നു ഓരോ അത്ഭുതങ്ങളും നടന്നത്. അതുമാത്രവുമല്ല, ഓരോ അത്ഭുതങ്ങൾ കർത്താവ് ഒരു അടയാളമായിരുന്നു. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ചു വരുന്ന 3 വാക്കുകളാണ്. അടയാളം എന്ന വാക്ക്, മറ്റൊരു വാക്ക് വിശ്വാസം എന്നൊരു വാക്ക്, വേറൊരു വാക്ക് ജീവൻ എന്നൊരു വാക്ക്. ഈ 3 വാക്കുകൾ ആവർത്തിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട്. അതിൽ അടയാളം എന്ന വാക്ക് ആവർത്തിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള അത്ഭുതങ്ങളെയെല്ലാം അടയാളം എന്നാണ് യോഹന്നാൻ വിളിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ആ അത്ഭുതം, ആ അടയാളം എന്ന് പറയുന്നത്, അതിന്റെ അവസാനം, അതിന്റെ എൻഡ് എന്ന് പറയുന്നത് അത്ഭുതമല്ല, അതൊരു ചൂണ്ടുപലകയാണ്. എന്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്? യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാണ്. എന്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്? നിത്യതയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. നിന്റെ ക്യാൻസർ സൗഖ്യമായെങ്കിൽ അത് മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്, അത് മുഖാന്തരമായി നിനക്കൊരു ചൂണ്ടുപലക കർത്താവ് തരുന്നു. വേഗത്തിൽ യേശുവിനോട് അടുത്ത് ജീവിച്ചു കൊള്ളുക, നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങുക. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടേണ്ട വ്യക്തിയാണ് നീ. ഓരോ അടയാളങ്ങളും ചൂണ്ടുപലകകളാണ്. ആമേൻ. ഈ രോഗം വന്നപ്പോൾ അവിടെ നമുക്ക് വായിക്കുവാൻ, ആദ്യ വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാൻ പോകുകയാണ്. കാരണം ഇവൻ സൗഖ്യമാകുവാൻ പോകുന്നു. അതിനുശേഷവും കർത്താവ് അവിടെ വന്നില്ല. അവൻ മരിച്ചതിന് ശേഷമാണ്. അവൻ മരിച്ച വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. കർത്താവ് പറയുകയാണ്, കർത്താവ് മരിച്ചുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ആരെങ്കിലും മരിച്ചാൽ സന്തോഷിക്കാറുണ്ടോ? എന്നാൽ കർത്താവ് അവിടെ പറയുകയാണ്, ആ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. എന്താ? കർത്താവിനറിയാം ഈ കല്ലറയിൽ നിന്ന് ഇവൻ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ദുഷ്ടൻ വിചാരിച്ചിരിക്കുന്നു അവൻ തീർന്നുപോയെന്ന്. നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നു അവന്റെ കല്ലറ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന്. ഇനി അവൻ ഒരിക്കലും പൊങ്ങി വരില്ല എന്നാണ് നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവിനറിയാം, ഞാൻ ആ കല്ലറയെ തുറന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. അതുകൊണ്ട് വളരെ മുൻപ് തന്നെ, ആ സംഭവം നടക്കുന്നതിന് മുന്നമേ തന്നെ അറിയുന്ന കർത്താവ് സന്തോഷിക്കുകയാണ്. നിന്റെ കല്ലറകളെ കർത്താവ് പൊളിക്കുവാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിന് ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ, ആ കല്ലറകളെ ചൊല്ലി ദുഷ്ടന് പലവിധ സാക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, നാട്ടുകാർ പലതും പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ സ്വർഗത്തിൽ കർത്താവ് ഇപ്പോൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവിനറിയാം, അവന്റെ കല്ലറയെ പൊളിച്ച് ഞാൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ഞാൻ അവനെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. പ്രതികരിക്കുവാൻ കൃപയുള്ളവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ രാത്രിയിൽ പ്രതികരിച്ചു കൊള്ളുക. നിന്റെ കല്ലറകൾ ഈ രാത്രിയിൽ തകരട്ടെ. നിന്റെ കല്ലറകൾ ഈ രാത്രിയിൽ തകരട്ടെ. ഓ യേശു, ആ കല്ലറയിൽ നിന്ന് നീ പുറത്തു വരുവാൻ ഇടവരട്ടെ. അവിടെയല്ല നീ കിടക്കേണ്ടത്, അവിടം വിട്ട് നീ പുറത്തു വരേണ്ട വ്യക്തിയാണ്. നിന്റെ ഭവനത്തിന് ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ഓ, നിന്റെ മനസമാധാനത്തിന് ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ഓ യെസ്, നിന്റെ തലമുറകളുടെ ചുറ്റും ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ഓ, ആ കല്ലറകളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ മാനസിക അവസ്ഥയെ വിഷാദ രോഗത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കല്ലറകൾ തകരട്ടെ. ആ കല്ലറകളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആ 4-ാം ദിവസം യേശു അവിടേക്ക് കടന്നു വന്നപ്പോൾ മാർത്തയാണ് തന്നെ ആ ഗ്രാമത്തിന്റെ അതിരിങ്കൽ സ്വീകരിച്ചത്. കർത്താവ് അവിടെ വന്നപ്പോൾ മാർത്തയുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ്. മാർത്ത പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ് എന്ന് കർത്താവ് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് മനസ്സിലായി, ഗ്രാമർ മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിന് ഒരു വാക്ക് തെറ്റിപ്പോയി, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് മാർത്ത കർത്താവിനെ ആ തെറ്റിദ്ധരുത്തി കൊടുക്കുകയാണ്. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, അങ്ങ് ഉയർത്തെഴുന്നേൽക്കോ, ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു വാക്ക് ചേർക്കാൻ മറന്നുപോയി. പുനരുദ്ധാന ദിവസമാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞ ആ വാക്കിലെ തെറ്റവൾ തിരുത്തി കൊടുക്കുകയാണ്. പുനരുദ്ധാന ദിവസം, അതുകൂടെ ചേർക്കുക കർത്താവേ, പുനരുദ്ധാന ദിവസമാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത്. കർത്താവ് മാർത്തയെ നോക്കി ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, മോളെ, നിന്റെ മുൻപിൽ
മുൻപിൽ നിൽക്കുന്ന ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. മാർത്ത ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അടുത്ത ആയിരക്കണക്കിന് വർഷങ്ങൾ മാറ്റിവെക്കുകയാണ്, പുനരുത്ഥാനം വരെ മാറ്റിവെക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ഇന്ന് തന്നെ അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. നിന്റെ വിടുതൽ, നിന്റെ അത്ഭുതം മാറ്റിവെക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യമല്ല ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. കാരണം കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്, യേശു ഇറങ്ങി വന്നിരിക്കുകയാണ്. യേശു ഇറങ്ങി വന്നിരിക്കുന്നതിനാൽ നിന്റെ വിടുതലും നിന്റെ അത്ഭുതവും നിന്റെ സൗഖ്യവും ഇന്നും മാറ്റിവെക്കുവാൻ തീരുമാനിക്കുന്നില്ല. പുനരുത്ഥാനവും ജീവനുമായി നമ്മുടെ നടുവിൽ അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഈ അവകാശവാദം നടത്തുവാൻ പ്രാപ്തിയുള്ള ആര് ഈ ലോകത്തിലുണ്ട്? ഏതു നേതാവിന് ഈ അവകാശവാദം നടത്തുവാൻ കഴിയും? ഈ അവകാശവാദം നടത്തുവാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്നു. ആമേൻ. യേശുവിന്റെ അനേകം അവകാശവാദങ്ങളുണ്ട്, ക്ലെയിംസുകളുണ്ട്, അവകാശവാദങ്ങളുണ്ട്. പലയിടങ്ങളിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവിന്റെ അവകാശവാദമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുവിന്റെ അവകാശവാദമാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. യേശുവിന്റെ അവകാശവാദമാണ്. അതേപോലെ കർത്താവിന്റെ ഒരു അവകാശവാദമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ നടത്തുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ അവകാശവാദം പോലും ഇതുവരെയും അവർക്ക് അവരുടെ ജീവിതത്തിലൂടെ തെളിയിച്ചു തരുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇതേപോലെ ഒത്തിരി വാഗ്ദത്തങ്ങൾ നമുക്ക് തരുന്നവരുണ്ട്. പക്ഷെ ഒരു ചെറിയ വാഗ്ദത്തം പോലും അവർക്ക് നിവർത്തിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നടത്തിയ അവകാശവാദങ്ങൾ മുഴുവൻ തെളിയിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. ഓ യേശ്, ഇന്ന് രാത്രിയിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക, പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം തെളിയിച്ചവനാണ് യേശു ക്രിസ്തു. നൽകിയ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിച്ചവനാണ് യേശു ക്രിസ്തു. ഇന്നും നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കി തരുവാൻ പ്രാപ്തിയുള്ളവനാണ് യേശു ക്രിസ്തു. വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ അവകാശവാദങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതല്ല യേശുവിന്റെ ശുശ്രൂഷ. പറഞ്ഞ കാര്യം തെളിവ് സഹിതം നിന്റെ മുൻപിൽ വെളിപ്പെടുത്തി കർത്താവ് ശുശ്രൂഷ തുടരുവാൻ പോകുകയാണ്. നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു സാധാരണ നിമിഷമല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നിമിഷമാണ് നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത്. നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പിലാക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത്. ഓ യേശ്, അതിനാൽ നിനക്കിന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുവാൻ കഴിയും, കല്ലറ പൊളിയാൻ പോകുകയാണ്. കല്ലറ പൊളിയുവാൻ പോകുകയാണ്. കല്ലറ പൊളിയുന്നത് അടുത്ത 15 വർഷത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. വരാൻ പോകുന്ന പുനരുത്ഥാന ദിവസത്തിലേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഇതാ ഇവിടെ നിൽക്കുന്നവൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇവൻ ഉയർത്തെഴുന്നേൽപ്പും ജീവനുമാകുന്നു. ജീവനില്ലെങ്കിൽ നിന്റെ മേൽ ജീവൻ പകരപ്പെടുവാൻ പോകുകയാണ്. ഇപ്പോഴും നീ കിടക്കയിലാകുന്നുവെങ്കിൽ കിടക്ക വിട്ട് നീ ചാടി എഴുന്നേൽക്കുവാൻ പോകുകയാണ്. അസ്ഥികളിലുള്ള രോഗബന്ധനങ്ങൾ അഴിയുവാൻ പോകുന്ന നിമിഷമാണ്. നിന്റെ കാലുകളിൽ വ്യാപരിക്കുന്ന രോഗബാധകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയുവാൻ ഇടവരട്ടെ. നിന്നെ കിടക്കയിലാക്കുമെന്നുള്ള വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി. ആമേൻ. യെസ്, വാ തുറന്ന ദൈവത്തെ സ്തുതിക്കുവാൻ കൃപയുള്ളവർ വാ തുറന്ന ദൈവത്തെ സ്തുതിച്ചു. നിന്റെ കല്ലറകൾ പൊളിയട്ടെ, നിന്റെ കല്ലറകൾ പൊളിയട്ടെ. നിന്റെ മുൻപിൽ ദുഷ്ടൻ ഉയർത്തിയിരിക്കുന്ന കല്ലറകൾ പൊളിയട്ടെ. നിന്റെ ഭാവിക്ക് വിരുദ്ധമായി ഒരുക്കിയിരിക്കുന്ന കല്ലറകൾ പൊളിയട്ടെ. കർത്താവ് ആ അധ്യായത്തിൽ അത് പറഞ്ഞു. ആ അധ്യായത്തിൽ കർത്താവ് അത് തെളിയിക്കുകയും ചെയ്തു. ആ അധ്യായത്തിൽ തന്നെ അടുത്ത ചില വാക്യങ്ങളിൽ നാം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്നതിന് ശേഷമായി ആ തുറക്കപ്പെട്ട കല്ലറ, ആ കല്ലറയിലേക്ക് നോക്കിയിട്ട് യേശു വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. അവന്റെ അധരത്തിൽ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ അധരത്തിൽ നിന്ന് ആ ശബ്ദം പുറപ്പെട്ടപ്പോൾ 4 ദിവസം കഴിഞ്ഞവന്റെ മേൽ ജീവൻ മടങ്ങി വരുവാനിടയായി.
അത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇവൻ 4 ദിവസമായിട്ട് അവൻ ആ കല്ലറയ്ക്കകത്ത് ഇരിക്കുകയാണ്. എംബാം ചെയ്തവനൊന്നുമല്ല. ആ ഒരു സാധാരണ മൃതശരീരം 4 ദിവസം കഴിയുമ്പോൾ മുഴുവൻ പുഴുവരിച്ച് അസ്ഥികളിൽ നിന്നും മാംസമെല്ലാം അളിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് മാറിപ്പോയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ ചില സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വായിൽ നിന്ന്, കർത്താവിന്റെ വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ട നിമിഷത്തിൽ തന്നെ മാംസപേശികളെല്ലാം പടപട ചേർന്ന് വന്ന് നാഡീ ഞരമ്പുകൾ ക്രമപ്പെട്ട് അകത്തുള്ള ടിഷ്യൂസും സെൽസും എല്ലാം ക്രമപ്പെട്ട് അസ്ഥിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് അവൻ എഴുന്നേറ്റു നിൽക്കുകയാണ്. കേടുള്ളവനായിട്ടല്ല അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, പൂർണ്ണ വിടുതലുള്ളവനായിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. ഒരു ഭാഗിക വിടുതലല്ല പരിശുദ്ധാത്മാവ് നിനക്ക് തരുവാൻ പോകുന്നത്, ഒരു പൂർണ്ണ വിടുതലാണ് കർത്താവ് നിനക്ക് തരുവാൻ പോകുന്നത്. ഓ യേശുവിൻ നാമത്തിൽ ആ ഇടം നിനക്കുള്ള ഇടമല്ല, ആ കല്ലറ നിനക്കുള്ള ഇടമല്ല. ആ ഇടത്ത് നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. നീ കിടക്കേണ്ട ഇടമല്ല ആ ഇടം വിട്ട് നീ പുറത്തു വരിക. ആമേൻ. കല്ലറ തടവറ സമാനമാകുന്ന ഒരു ഇടമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ യേശുവിന്റെ ശുശ്രൂഷ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ തടവറയിൽ നിന്നുള്ള വിടുതൽ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. തടവറയിൽ കിടക്കുന്നവരെ വിടുവിക്കുന്നവനാകുന്നു യേശു കർത്താവ്. ഈ വിടുതൽ എന്ന വാക്ക് ഞങ്ങളെ പോലെയുള്ളവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വിടുതൽ എന്നൊരു വാക്ക് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. വളരെ ബാഡായിട്ടും പെയിൻഫുൾ ആയിട്ടുമുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രക്ഷയ്ക്കാണ് വിടുതൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വളരെ മോശവും വേദനാജനകമാകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളെ കർത്താവ് അവിടുന്ന് രക്ഷിക്കുമ്പോഴാണ് അതൊരു വിടുതലായി തീരുന്നത്. തടവറ നിനക്കുള്ള ഇടമല്ല, കല്ലറ നിനക്കുള്ള ഇടമല്ല, ബന്ധിക്കപ്പെട്ട ഇടം നിനക്കുള്ള ഇടമല്ല, ചീഞ്ഞളിഞ്ഞ ഇടം നിനക്കുള്ള ഇടമല്ല, ദുർഗന്ധം വ്യാപരിക്കുന്ന ഇടം നിനക്കുള്ള ഇടമല്ല. അവിടെ നിന്ന് നീ ജീവനുള്ളവരുടെ നടുവിൽ വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിനാൽ ഇന്ന് രാത്രി യേശു നിന്നെയും നോക്കി വിളിച്ചു പറയുകയാണ്. നിന്റെ പേരും അധരത്തിലെടുത്തു യേശു വിളിച്ചു പറയുകയാണ്, പുറത്തു വരിക, പുറത്തു വരിക. അവിടെയല്ല നീ കിടക്കേണ്ടത്, പുറത്തു വരിക. ചില ഭവനങ്ങളുടെ വീട്ടുപേര് പറഞ്ഞ് കർത്താവ് നിന്നെ വിളിക്കുകയാണ്, പുറത്തു വരിക. അവിടെയല്ല നീ കിടക്കേണ്ടത്, പുറത്തു വരിക. അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ളവനാണ്. നിന്റെ പേരും നിന്റെ വീട്ടുപേരും ഒക്കെ വിളിച്ചു പറയുന്നത് പുറത്തു വരിക. ആ കല്ലറയിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെസ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു അത് സംഭവിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഓ യെസ്, ഹല്ലേലൂയ. ആ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടവരട്ടെ. കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ചിലരുടെ മേൽ കർത്താവിന്റെ ശബ്ദം, അവരുടെ പേര് വിളിച്ച് കർത്താവ് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ഇടവരട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം നിങ്ങൾക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് വളരെ പരിചിതമാകുന്ന മറ്റൊരു സംഭവമാണ്. ഒരിക്കൽ കർത്താവ് യാത്ര ചെയ്തു വരുന്ന സന്ദർഭത്തിൽ നയീൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വരുവാനിടയായി. നയീൻ എന്ന പേരിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ്, അഥവാ മനോഹരം എന്നാണ്. ആ പട്ടണത്തിന്റെ പേര് മനോഹരം എന്നാകുന്നു. ആ മനോഹര പട്ടണത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരം ആ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ മനോഹര പട്ടണത്തിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത്? ഒരു മൃതദേഹം പട്ടണത്തിൽ നിന്ന് പുറത്തു വരികയാണ്. നയീൻ പട്ടണത്തിലേക്ക് യേശുവും യേശുവിന്റെ കൂടെ ഒരു വലിയ പുരുഷാരമുണ്ട്. ആ പുരുഷാരവും അവര് പട്ടണത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ പട്ടണത്തിന്റെ അകത്ത് നിന്ന് മൃതദേഹവും അവരുടെ കൂടെയും ഒരു ഫ്യൂണറൽ പ്രൊസഷൻ ഉണ്ട്. അവരുടെ കൂടെയും ആ മൃതദേഹത്തിന്റെ പിന്നിലും ഒരു കൂട്ടം ആളുകൾ അതിനെ അനുഗമിക്കുന്നുണ്ട്. അവരകത്തു നിന്ന് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ യേശുവിന്റെ കൂടെയുള്ളവർ പട്ടണത്തിന്റെ അകത്തേക്ക് പോകുന്നു. ആ മൃതദേഹവുമായിട്ടുള്ള അവര് പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. യേശുവിന്റെ കൂടെയുള്ളവരുടെ കൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? യേശുവിന്റെ കൂടെ പോവുകയാണെങ്കിൽ ദൈവ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യമുണ്ട്. അത് ഭയങ്കര മധുരമുള്ളതാണ്. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത്. ഈ പന്തലിൽ തന്നെ നാം ആത്മാവിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ പന്തൽ വിട്ടുപോകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അക്ഷരീകമായി കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ എത്ര മധുരകരമായിരിക്കും. യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ അവന്റെ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളുണ്ട്. ഓ, എത്ര അത്ഭുതകരം! വചനം, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. വചനം ഭക്ഷിക്കാൻ വിശപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആമേൻ. നിങ്ങളുടെ ആത്മാവിന്റെ വിശപ്പ് നിശ്ചയമായും പരിഹരിക്കപ്പെടുവാൻ പോകുകയാണ്. യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ വചനമുണ്ട്. അതിനാൽ ഈ വചനവും സാന്നിധ്യവും വെളിപ്പെടുമ്പോൾ തന്നെ ഈ ജനത്തിന് മിണ്ടാതിരിക്കുവാൻ കഴിയത്തില്ല. അവർ നിരന്തരം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും.
ഓ പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ കൂടെ വരുന്നവരിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വചനമുള്ളവരാണ്, അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ്, അവർ കർത്താവിനെ ആഘോഷത്തോടുകൂടെ സ്തുതിക്കുന്നവരാണ്. അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതകരമാകുന്ന കർത്താവിന്റെ പ്രകാശം നമുക്ക് കാണുവാൻ കഴിയും. വലിയ സന്തോഷം അവരിലുണ്ട്. അപ്പോൾ അവർ തുള്ളിയും ചാടിയുമായിരിക്കും ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത്. Praise the Lord. ആ പട്ടണത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് ലക്ഷ്യത്തോടുകൂടെയാണ്. ഈ പട്ടണത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു, ഈ പട്ടണത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദുഷ്ടൻ ആ പട്ടണത്തിനകത്ത് യേശുവിനെയും കൂട്ടരെയും കയറ്റാതിരിക്കുവാൻ വേണ്ടി അകത്ത് വന്ന് മൃതദേഹവുമായിട്ട് പുറത്തേക്ക് വരികയാണ്. നിന്റെ പദ്ധതി നടക്കാൻ പോകുന്നില്ല. നിന്റെ വീടിനകത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുവാൻ വേണ്ടി നിന്റെ വീടിനകത്ത് പലതും സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ദുരാത്മ സ്വാധീനങ്ങളെ തകർക്കുന്ന ദൈവപ്രവൃത്തി ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുവാനിടവരട്ടെ. പ്രതികരിക്കാൻ കൃപയുള്ളവർ പ്രതികരിക്ക്. നിന്റെ ഭവനത്തിനകത്ത് ആഘോഷം വെളിപ്പെടുത്തുവാൻ, നിന്റെ ഭവനത്തിനകത്ത് പ്രവചിക്കുന്ന തലമുറകളെ വെളിപ്പെടുത്തുവാൻ, നിന്റെ ഭവനത്തിനകത്ത് കടക്കുന്നവനെല്ലാം വിടുവിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് നിന്റെ ഭവനത്തെ ഒരു ഔഷധശാലയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തിരിക്കുമ്പോൾ അകത്തേക്ക് ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുകയില്ല, അകത്തേക്ക് ദൈവപ്രവൃത്തിയെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് പുറത്തു വരുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ തകർക്കുകയാണ്. ചിലതൊക്കെ സംഭവിക്കട്ടെ. ഈ പന്തലിൽ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ചിലതൊക്കെ സംഭവിക്കട്ടെ, നിന്റെ വീടിനകത്ത് ചിലതൊക്കെ സംഭവിക്കട്ടെ. നിന്റെ ബിസിനസ്സിൽ ചിലതൊക്കെ സംഭവിക്കട്ടെ. അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിൽ നമുക്ക് കാണാൻ കഴിയും, അവരിൽ ഇപ്പോൾ ആ മൃതദേഹവുമായിട്ടാണ് അവർ വരുന്നത്. അതിന്റെ നടുവിൽ അമ്മയുണ്ട്, അമ്മ നിലവിളിച്ച് കരയുകയാണ്. കൂടെ നടക്കുന്നവർക്ക് ദുഃഖമുണ്ട്, ദുഃഖം, നിരാശ, പദം പറച്ചിൽ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സെൽഫ് പിറ്റി, പദം പറച്ചിലുണ്ട്, പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്, ചിലപ്പോൾ ബ്ലെയിമിങ്ങും കണ്ടെന്നിരിക്കാം, ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരിക്കാം. അവൻ അത് ചെയ്തുകൊണ്ട് ഈ കൊച്ചിന് ഇത് സംഭവിച്ചത്, അവൾ അത് ചെയ്തതുകൊണ്ടാണ് ഈ കൊച്ചിന് ഇത് സംഭവിച്ചത്. ഇത്തരത്തിലുള്ള ഒരു പുരുഷാരമാണ് ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നത്. യേശുവാ വരുന്നത്. നിന്റെ ഭാഷയും നിന്റെ രീതിയും ഒക്കെ മാറാൻ പോകുകയാ. നിങ്ങൾക്കറിയാമോ, അന്നത്തെ ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം, യഹൂദൻ അവരുടെ പട്ടണത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പട്ടണത്തിൽ അടക്കത്തില്ല. കാരണം പട്ടണത്തിൽ ഇവൻ അശുദ്ധനാകുന്ന ഡെഡ് ബോഡി അശുദ്ധമാകുന്നതിനാൽ പട്ടണത്തിന്റെ ഉള്ളിൽ അടക്കുകയില്ല, പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി മാത്രമേ അടക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇവർ പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് മരിക്കുന്ന ദിവസം തന്നെ അവർ ആ ഡെഡ് ബോഡി കുഴിച്ചിടുമായിരുന്നു. അതേ ദിവസം തന്നെ വെച്ചുകൊണ്ടിരിക്കില്ല, അതേ ദിവസം തന്നെ കുഴിച്ചിടുമായിരുന്നു. മാത്രവുമല്ല, ഈ ഫ്യൂണറൽ പ്രൊസഷൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു പരിചയവും വേണ്ട. നിങ്ങളുടെ വീടിൻ്റെ അതിൽ ഈ ഫ്യൂണറൽ പ്രൊസഷൻ പോവുകയാണെങ്കിൽ യഹൂദനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളും ഇതിൻ്റെ പുറകെ നടക്കണം. നടന്ന് ആ ശവസംസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയത്തുള്ളൂ. ഒരു കടക്കാരന് ഈ പരിചയമാരാണെന്നും അവൻ അറിയത്തില്ലെങ്കിൽ പോലും ആ കടക്കാരൻ്റെ മുന്നിലൂടെ ഈ ഫ്യൂണറൽ പ്രൊസഷൻ പോവുകയാണെങ്കിൽ കടക്കാരന് വേറെ ഒരു ബാധയുമില്ല, കട അടച്ചിട്ട് അവനും ഇതിൻ്റെ പുറകെ പോകേണ്ടത് ആവശ്യമാണ്. അഥവാ ഈ ഫ്യൂണറൽ പ്രൊസഷൻ തുടങ്ങിയപ്പോൾ 100 പേരേ ഉണ്ടായിരുന്നുള്ളൂ, അവസാനിക്കുമ്പോൾ 1000 പേര് ഇതിൻ്റെ പുറകെ ഉണ്ട്. അതാണ് യഹൂദന്റെ സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പിശാചിന് മനസ്സിലായി നല്ല പരുവമാണ്. ഫ്യൂണറൽ പ്രൊസഷൻ വന്നാൽ മതി, യഹൂദനാകുന്ന യേശുവിന് ഇനി വേറെ ഒരു ഉപാധിയുമില്ല, ഇതിന്റെ പുറകെ പോകണം. പോയിട്ട് അവസാനം ഇതിനകത്ത് മണ്ണ് വാരിയിട്ടിട്ട് യേശുവിന് തിരികെ പട്ടണത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ പ്രവേശനത്തെ നീ തടയുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ യേശു നിന്റെ മേൽ വ്യാപരിക്കുന്ന മരണവ്യാപാരങ്ങളെ പുറത്താക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി വീണ്ടും ഓർപ്പിക്കുകയാണ്, നീ ആ ഇപ്പോൾ വന്നിരിക്കുന്ന സംഘർഷങ്ങളെ നിസ്സാരമായി തള്ളിക്കളയരുത്. അതിന് യേശു പറഞ്ഞുകൊണ്ട് ഉവ്വെന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി വിധേയപ്പെടരുത്, അതിനെ എതിർത്ത് നിൽക്കണം. ഭയങ്കര ഒരു ദൈവപ്രവൃത്തിയെ നിന്റെ വീട്ടിനകത്ത് കർത്താവ് അയക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതുവരെ ജനം കണ്ടിട്ടില്ലാത്ത ഒരു മഹിമയുടെ തേജസിന്റെ പകർച്ചയെ നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് അയക്കുവാൻ വേണ്ടി ശ്രമിച്ചതിന്റെ നടുവിലാണ് ഈ തട്ടിപ്പുമായി ദുഷ്ടൻ വന്നിരിക്കുന്നത്. അവനെ വിടരുത്, പിടിച്ചോ, അവനെ അറസ്റ്റ് ചെയ്യേ.
ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഇടപെടുകയാണ്. വളരെ വ്യക്തമായി രാജ്യങ്ങളിൽ പ്രയോജനപ്പെടേണ്ട ചിലർ ഇതിന്റെ നടുവിലുണ്ട്. നിന്റെ മുൻപിൽ പല വാതിലുകൾ അടഞ്ഞു കിടക്കുന്നതിന് സമാനമായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ ഒരു അനുഗ്രഹത്തിന്റെ സെന്ററാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആ വാതിലുകൾക്ക് ഇനി അടഞ്ഞു കിടക്കുവാൻ കഴിയത്തില്ല. ഒരു പട്ടണത്തിന്റെ വാതിലും നിന്റെ മുൻപിൽ അടയത്തില്ല. അടയ്ക്കാൻ ശ്രമിക്കുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ പ്രതികരിക്കുമോനെ, പ്രതികരിക്ക. അഭിഷക്തന്മാർ പ്രാപിച്ചോണം. സാധാരണ ഇതൊരു സമാപന ദിവസമാണല്ലോ. അസാധാരണമാകുന്നൊരു പകർച്ച ഇതിന്റെ നടുവിലുണ്ട്. അത് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ആത്മാവിൽ എനിക്ക് ഇതിന്റെ നടുവിൽ അഭിഷക്തന്മാരോടും സംസാരിക്കുവാനുണ്ട്. ശുശ്രൂഷയിലായിരിക്കുന്നവരോട് സംസാരിക്കാനുണ്ട്. പലരും ഇതിന്റെ നടുവിലുണ്ടല്ലോ. നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആത്മാവ് സംസാരിക്കുകയാണ്. പട്ടണങ്ങളുടെ വാതിലുകൾ നിന്റെ മുന്നിൽ കൊട്ടിയടക്കുവാൻ വേണ്ടി ദുഷ്ടനിട്ടിരിക്കുന്ന പദ്ധതികളെ തകർക്കണം, അടിച്ചു പൊളിക്കണം. സഹോദരി ദൈവം തൊടട്ടെ. ഇപ്പോൾ ഒരു പകർച്ച പ്രാപിച്ചോ. ഒരു പട്ടണത്തിന്റെ വാതിൽ നിന്റെ മുൻപിൽ കൊട്ടി അടയ്ക്കുകയില്ല. ആമേൻ. ഈ രാജ്യത്തിന്റെ പട്ടണ വാതിലുകളെല്ലാം നിന്റെ മുൻപിൽ തുറക്കപ്പെടുവാൻ പോകുകയാണ്. ഒരു ഭവനത്തിന്റെ വാതിൽ നിന്റെ മുൻപിൽ കൊട്ടി അടയ്ക്കുകയില്ല. അഭിഷേകമുള്ളവർ സ്വീകരിച്ചു കൊള്ളുക. ഒരു രാജ്യത്തിന്റെ വാതിൽ നിന്റെ മുൻപിൽ അടയ്ക്കാൻ ഇനി ദുഷ്ടന് കഴിയത്തില്ല. ഓപ്പൺ ഡോർസ്, തുറന്ന അവസരങ്ങളെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇടുകയാണ്. വിശ്വസിച്ച് സ്വീകരിക്കുവാൻ പ്രാപ്തിയുള്ളവരുടെ മേൽ ഇപ്പോൾ ഈ വചനം യാഥാർത്ഥ്യമായി പ്രാക്ടിക്കലായി വന്നു വീഴട്ടെ. ഓ രാമ സമാധാന റൗസിനി അനബാധാമര ദിയർത്ഥന ശോർബദന യദനാദി അർത്ഥന. തുറക്കപ്പെടട്ടെ, 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 തുറക്കപ്പെടട്ടെ. അഭിഷേകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, 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 തുറക്കപ്പെടട്ടെ. ഭവനങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, പട്ടണങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഔഷധന ബിയാന്ധുനി റൂഥമേ സമാധാന ലഗമാന ദേവിനി ഒവത്തുനി സ്പന്ധനേലിയ വശ്വഥനെ. യേശുവിന്റെ പ്രവേശനത്തെ തടയുവാൻ വേണ്ടിയാണ് അവർ ശ്രമം നടത്തുന്നത്. ഇവിടെ ഒരൊറ്റ കാര്യം സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഒന്നുകിൽ ഈ മരണപ്പാർട്ടിക്കാരുടെ കൂടെ നമ്മൾ ചേരണം, ഇല്ലെങ്കിൽ മരണപ്പാർട്ടിക്കാർ നമ്മുടെ കൂടെ ചേരണം. രണ്ടിലേതെങ്കിലും ഒന്നും ഇവിടെ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരം അനുസരിച്ച് യേശുവിനെ സംബന്ധിച്ചിടത്തോളം യഹൂദനാകുന്നതിനാൽ വേറൊരു ചോയ്സ് ഇല്ല. യേശു അവരുടെ കൂടെ പോകേണ്ടത് ആവശ്യമാണ്. പക്ഷെ യേശുവിന് പോകാൻ കഴിയത്തില്ല. ഇതുവരെയും ഒരു ഫ്യൂണറൽ മിനിസ്ട്രി യേശു ചെയ്തിട്ടില്ല, ആരെയും കുഴിച്ചിട്ടിട്ടില്ല. മരിച്ച 3 യേശു പോയിട്ടുള്ളൂ. ആ 3 ഉയർത്തെഴുന്നേൽപ്പ് നടക്കുവാനിടയായി. എന്തായാലും നീ ഒരു തീരുമാനം എടുത്തുകൊള്ളണം. അവരുടെ പാർട്ടി നീ ആകാം. നീ അവരുടെ പാർട്ടി ചേരാൻ പോകുന്നില്ല. നിനക്ക് നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകം ആഘോഷത്തിന്റെ അഭിഷേകമാണ്. നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകം വചനത്തിന്റെ അഭിഷേകമാണ്. നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത് അഭിഷേകം ആരാധനയുടെ അഭിഷേകമാണ്. നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകം ദൈവസാന്നിധ്യത്തിന്റെ അഭിഷേകമാണ്. അതിനെ നിനക്ക് മരണത്തിന് വിറ്റുകൊടുക്കാൻ കഴിയത്തില്ല, വിഷാദത്തിന് വിറ്റുകൊടുക്കാൻ കഴിയത്തില്ല, പരാതിക്കും ആരോപണങ്ങൾക്കും വിട്ടുകൊടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പട്ടണ വാതിൽക്കൽ വെച്ചൊരു അത്ഭുതം സംഭവിക്കട്ടെ. യെസ്, വിശ്വസിക്കുന്നവർ സ്വീകരിച്ചു. ഈ പട്ടണ വാതിൽക്കൽ വെച്ചൊരു അത്ഭുതം സംഭവിക്കട്ടെ. മക്കളെ പ്രാപിച്ചോ? മുന്നിൽ നിന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പ്രാപിച്ചോ?
ദിവാന റൂതുബന സമർത്ഥന സ്വേനാധരാദിനെ വസത്തനെ. സാധാരണ ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ചിത്തത്തിൻ്റെ മേൽ, അവരുടെ എല്ലാ മേഖലയിലും, ആത്മാവ്, മനസ്സ്, ശരീരം മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, തീ പോലെ ഇറങ്ങുകയാണ്. നിന്റെ അസ്ഥികളിലേക്ക് തീ പോലെ അഭിഷേകം ഇറങ്ങുവാൻ ഇടവരട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന നീ ആരാണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ഒരു പവർ ഹൗസാണ്. അതിനടയാളമായി നിന്റെ അസ്ഥികളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. നിന്റെ അധരത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. നിന്റെ കൈകളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. കൂട്ട സൗഖ്യങ്ങൾ നടക്കുവാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷകൾ, നിന്റെ സഭയിൽ കൂട്ട സൗഖ്യങ്ങൾ നടക്കുവാൻ പോകുകയാണ്. നീ നടന്നു പോകുന്ന വഴിത്താരകളിൽ ദൈവശക്തി ഇടത്തും വലത്തും വ്യാപരിക്കുവാൻ പോകുകയാണ്. നീ കയറുന്ന ഇടങ്ങളിലും വീടുകളിലും ദൈവശക്തി അത്ഭുതകരമായി ഇറങ്ങുവാൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ പോകുകയാണ്. അഭിഷേകം നീ അനുഭവിക്കുന്നത് തന്നെ അവരുടെ മേൽ പകരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കോട്ടഡ് ആയിട്ടുള്ള വചനങ്ങളായിരിക്കും. ഫയർ കോട്ടഡ് വേർഡ്സ് നിന്റെ അധരത്തിലൂടെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണമായി പരിശുദ്ധാത്മാവ് നിന്റെ അധരങ്ങളെ തൊടുകയാണ്. ഓ യെസ്, നിനക്ക് കാട് കത്തിക്കണമെന്നുണ്ടെങ്കിൽ തീ വേണ്ട, കാട് കത്തിക്കണമെങ്കിൽ വചനം മതി. നിനക്കൊരു വീടിന്റെ മേൽ അഭിഷേകത്തെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ടൂളിന്റെ ആവശ്യം നിനക്കില്ല. അഭിഷേകമുള്ള ഒരു വാമതി. നീ പറയുന്ന വചനങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന അഭിഷേകവും നീ പറയുന്ന വാക്കുകളിൽ നിന്ന് വ്യാപരിക്കുന്ന അഗ്നിയും യെസ് പട്ടണങ്ങളിലേക്ക് ഇറങ്ങട്ടെ, ഭവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ, വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ. ഇവിടെ വന്നിരിക്കുന്ന നിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങട്ടെ. യേശുവിന്റെ പ്രവേശനത്തെ തടയുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് തടയുവാൻ കഴിയത്തില്ല. നിനക്ക് തടയുവാൻ കഴിയത്തില്ല. നിനക്ക് തടയുവാൻ കഴിയത്തില്ല. ഈ പട്ടണത്തിനകത്ത് പ്രവേശിക്കുന്നത് തടയുവാൻ വേണ്ടി നീ ഫ്യൂണറൽ പ്രൊസഷനുമായിട്ട് വന്നാൽ പോലും നടക്കത്തില്ല മോനെ. നിന്റെ ഫ്യൂണറൽ പ്രൊസഷനെ ആത്മീക ആഘോഷമാക്കി മാറ്റുവാൻ യേശു തീരുമാനമെടുത്തിരിക്കുകയാണ്. നിന്റെ കരച്ചിലും പദം പറച്ചിലും മാറിയിട്ട് ദൈവസ്തുതികൾ നിന്റെ അധരത്തിൽ നിന്ന് ഉയരാൻ പോകുകയാ. നിന്റെ വിഷാദത്തിന്റെ ബന്ധനം പൊട്ടിക്കിട്ട് നീ വാതുറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ പോകുകയാ. കാരണം പെട്ടിയിൽ കിടക്കുന്നവനെ കർത്താവ് പൊക്കാൻ പോകുകയാ. എടാ എഴുന്നേൽക്കടാ. പെട്ടി കിടക്കുന്നവനെ കർത്താവ് പൊക്കാൻ പോകുകയാ, പൊക്കാൻ പോകുകയാ. എവിടെങ്കിലും പെട്ടി കിടക്കുന്നവനുണ്ടെങ്കിൽ ഇന്ന് പൊങ്ങിക്കോ. നിന്നെ എടുക്കുന്ന പെട്ടിയുടെ ലാസ്റ്റ് ഡേ ആയത്. നിന്നെ പൊക്കാൻ പോകുക കർത്താവ്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ രണ്ട് പ്രൊസഷൻസും ഗേറ്റിൽ വെച്ച്, ആ 9 പട്ടണത്തിന്റെ വാതിൽക്കൽ വെച്ചാണ് കൂട്ടിമുട്ടുന്നത്. കർത്താവിന്റെ പാർട്ടിയും വരുന്നു, ഫ്യൂണറൽ പാർട്ടിയും വരികയാണ്. അപ്പോൾ ആ കൂട്ടിമുട്ടൽ ശ്രദ്ധിക്കണം. ഒന്നുകിൽ രണ്ടിൽ ഏതൊരു കൂട്ടര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം. ഒന്നുകിൽ കർത്താവ് ഇവരുടെ കൂടെ തിരിഞ്ഞ് പട്ടണത്തിന്റെ പുറത്തോട്ട് പോകണം, ഇല്ലെങ്കിൽ ഇവർ കർത്താവിന്റെ കൂടെ തിരിഞ്ഞ് പട്ടണത്തിന്റെ അകത്തേക്ക് കയറണം. നിന്നെ അകത്ത് കയറ്റുകയില്ലെന്ന് പറയുന്ന പാർട്ടികളെ ഉൾപ്പെടുത്തി നീ അകത്ത് കയറാൻ പോകുകയാ. പട്ടണത്തിന്റെ അകത്ത് നീ കയറുവാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ ദേശത്തിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ. ഈ നിമിഷത്തിൽ ചുടന, വാളക്കുഴി ദേശങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. തുറക്കപ്പെടട്ടെ മോനെ. അഭിഷേകം അകത്ത് കയറാൻ പോകുകയാ. ദൈവത്തിന്റെ ഗ്ലോറി അകത്ത് കയറാൻ പോകുകയാ. യേശു കാലെടുത്ത് വയ്ക്കാൻ പോകുകയാ. ആർക്കും തടയുവാൻ കഴിയത്തില്ല. ആർക്കും തടയുവാൻ കഴിയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് ഈ ദേശത്തിന്റെ വാതിലുകളെ തുറക്കുന്നു. ഈ ഭാഗങ്ങളിൽ നമുക്ക്
പല കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ജനക്കൂട്ടത്തിന്റെ നടുവിൽ കൃത്യമായിട്ട് കർത്താവ് ഈ പയ്യന്റെ, ഈ മകന്റെ അമ്മയെ കാണുവാനിടയായി. അവളുടെ കണ്ണുനീര് കർത്താവ് കാണുവാനിടയായി. അവളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ കരഞ്ഞുകൊണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ, അഥവാ ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ആഗോള വ്യാപകമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഃഖിതരായുള്ളവർക്കുള്ളൊരു മെസ്സേജാണ്. നിന്നെ കണ്ടു മനസ്സലിയുന്നൊരു കർത്താവുണ്ട്. നിന്റെ ദുഃഖം കാണുന്നില്ല. നിന്റെ ഈ വിധവയുടെ ദുഃഖം മനസ്സിലാക്കാൻ അവിടെ ആർക്ക് കഴിയും? ഇവരെല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷം പൊടി തട്ടിയിട്ട് പോകാനിരിക്കുകയല്ലേ. ഇവക്ക് പോയത്, ഇവൾക്ക് വന്ന നഷ്ടം ഇവൾക്ക് മാത്രമാണ്. ഇവൾ ഈ കൊച്ചൻ ജനിച്ചപ്പോൾ അവൾ വിധവയായ സന്ദർഭത്തിൽ അവളുടെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കുട്ടിയായിരുന്നു. അവിടെ വിധവയായി തീരുന്നവർ ശപിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇവൾക്ക് ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഇവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇവൻ വളർന്നു വലുതാകുമ്പോൾ, ഇവൻ നെഞ്ചു വിരിച്ച് നടക്കുമ്പോൾ ഇവന്റെ പിന്നിൽ അമ്മ അഭിമാനത്തോടുകൂടെ നടക്കും. അന്ന് എന്റെ നിന്ന മാറുമെന്ന് കരുതിയിരുന്നവളുടെ മുൻപിലാണ് ഇവൻ ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. അവളുടെ കണ്ണുനീര് മാറ്റാനൊന്നും ഇവിടെ നാട്ടിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനും കഴിയത്തില്ല. പക്ഷേ അവളെ കാണുന്ന ഒരു യേശുവുണ്ട്. ആഗോള വ്യാപകമായുള്ള ദുഃഖിതന്മാർക്കുള്ള സന്ദേശം ഞാൻ അറിയിക്കുകയാണ്. നിന്നെ നോക്കിയിട്ട് കുറ്റം പറയുന്നവനല്ല യേശു. നിനക്ക് വന്നത് വരട്ടെ, രണ്ടുകൂടെ കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്നവനല്ല യേശു. നിന്നെ നോക്കി മനസ്സലിയുന്നവനാണ് യേശു. യേശുവിന്റെ മനസ്സലിവ് നിന്റെ മേൽ വീഴുകയാണ് എങ്കിൽ പിന്നെ നീ ആ കരച്ചിലുമായി തുടരേണ്ട കാര്യമില്ല. നിന്റെ കരച്ചിൽ അവിടെ അവസാനിക്കാൻ പോകുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിന്റെ കണ്ണുനീർ അവസാനിക്കുന്ന രാത്രിയാകുന്നു ഈ രാത്രി എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ആമേൻ. ഇവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട സന്ദേശം ഈ കൊച്ചനോടും ചോദിക്കുവാനുണ്ട്, പെട്ടിയിൽ കിടക്കുന്ന അവനോടും ചോദിക്കുവാനുണ്ട്, ഇന്നത്തെ യുവതലമുറയോടും എനിക്ക് ചോദിക്കുവാനുണ്ട്. എടാ, സമയത്തിന് മുൻപ് നിന്നോടാര് പറഞ്ഞു ഈ പെട്ടിക്കകത്ത് കയറാൻ? നീ എത്ര പേരുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടവനായിരുന്നു. നിന്റെ അമ്മയൊരുത്തനുണ്ട്, അവളുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിന്റെ കൈകളെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചത്. ഒരു തലമുറയ്ക്ക് അനുഗ്രഹമായി തീരേണ്ട നീ എന്തിനാടാ സമയത്തിന് മുമ്പ് പെട്ടിക്കയറിയത്? വല്ലതും ഉണ്ടോ ഇതിനകത്ത്? അങ്ങനെ സമയത്തിന് മുമ്പ് പെട്ടിക്കയറുന്നത് വല്ലതും ഉണ്ടെങ്കിൽ ഒരു തലമുറയ്ക്കുള്ള സന്ദേശം നിന്റെ അതരത്തിലുള്ള പുറപ്പെടുവിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരുന്നതാണ്. നീ സമയത്തിന് മുമ്പ് നീ പെട്ടിക്കയറിയിരിക്കുകയാണോ? ഇല്ല. നിനക്ക് ബന്ധിക്കപ്പെട്ട് കിടക്കുവാൻ കഴിയത്തില്ല. നിനക്ക് ചത്തൊതുങ്ങുവാൻ കഴിയത്തില്ല. നിന്റെ സീസണ് മുൻപ് നിനക്ക് എവിടെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുവാൻ കഴിയത്തില്ല. നിന്റെ സീസൺ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ സീസണ് മുമ്പ് നിന്നെ പെട്ടിക്കകത്ത് കയറ്റുവാൻ ശ്രമിക്കുന്ന ഏത് സ്വാധീനമാണെങ്കിലും ആ സ്വാധീനങ്ങളെ തകർത്തുകൊണ്ട് യേശു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. എഴുന്നേൽക്കണം അവിടുന്ന്. യേശുവിന്റെ നാമത്തിൽ യുവതലമുറ എഴുന്നേറ്റ് വരട്ടെ. ആധുനിക എക്യുപ്മെന്റുകളുടെ അടിയിൽ കിടക്കുന്ന യുവതലമുറ എഴുന്നേറ്റ് വരട്ടെ. കമ്പ്യൂട്ടേഴ്സിന്റെയും മറ്റ് ഇടങ്ങളിലും കിടക്കുന്ന യുവതലമുറ യേശുവിനെ എഴുന്നേറ്റ് വാടാ. ഇവിടെ നിന്നെ വിളിച്ചു വരുത്താൻ പോകുകയാണ്. ദുശീലങ്ങളിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന യുവതലമുറ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. നിനക്ക് പെട്ടിക്കകത്തൊതുങ്ങുവാൻ കഴിയുകയില്ല. നീ ഒരു തലമുറയ്ക്ക് സന്ദേശം ദൂതു കൊടുക്കേണ്ട വ്യക്തിയാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. വ്യാപകമായ ആയിരങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളെ അഭിഷേകം ചെയ്യുവാൻ പോകുകയാണ്. ഒരു പെട്ടി കൊണ്ട് നിനക്ക് ഒതുങ്ങുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ ഇടത്തു നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കുക. വാതുറന്ന് പ്രതികരിച്ചോ. പ്രതികരിക്കുവാൻ കൃപയുള്ളവർ പ്രതികരിച്ചോ. ഉയർത്തെഴുന്നേൽക്കട്ടെ, 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 ഉയർത്തെഴുന്നേൽക്കട്ടെ. നിന്റെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കട്ടെ. കൃപകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. നിന്റെ സ്കില്ലുകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. നിന്റെ കഴിവുകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. അവിടെ കിടക്കുവാൻ വേണ്ടിയല്ല കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സമയത്തിന് മുന്നമേ നീ കുഴിക്കകത്ത് പോകുക എന്നതല്ല ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നീ ഒരു വലിയ അത്ഭുത വിഷയമായിട്ട് ഈ പട്ടണത്തെ മുഴുവൻ നേടുവാൻ തക്കവണ്ണമായി യേശുവിന്റെ ഒരു സാക്ഷ്യമായി തീരുവാൻ കർത്താവ് നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതിനാൽ ഇനി ഒരൊറ്റ സെക്കൻഡ് അവിടെ കിടക്കരുത്. യേശുവിൻ നാമത്തിൽ ആ ഇടത്ത് നിന്ന് എഴുന്നേറ്റ് വരിക. യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരിക.
ചേർന്ന് വരുവാൻ പ്രാപ്തിയുള്ളവർ ചേർന്ന് വരിക. സെക്കൻഡുകൾക്കുള്ളിൽ മരണപ്പാട്ടുകൾ അവസാനിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ പരാതിയും കണ്ണുനീരും അവസാനിച്ചു. ഒരു കൂട്ട ആഘോഷം വെളിപ്പെടുകയാണ്. ഈ പന്തലിനകത്ത് ഒരു കൂട്ട ആഘോഷം വെളിപ്പെടട്ടെ. ഒരു കൂട്ട ആരാധന വെളിപ്പെടട്ടെ. ഒരു കൂട്ട ആരാധന വെളിപ്പെടട്ടെ. ഒരു കൂട്ട ആഘോഷം വെളിപ്പെടട്ടെ. നമുക്ക് പട്ടണത്തിന്റെ പുറത്തേക്കല്ല, പട്ടണത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. വിജയഭേരി മുഴക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശവുമായി നമുക്ക് പട്ടണത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. സ്തുതിച്ചു. കൃപയുള്ളവർ സ്തുതിച്ചു. അത്തരം തുറന്ന ദൈവത്തെ സ്തുതിക്കുവാൻ പ്രാപ്തിയുള്ളവർ കർത്താവിനെ സ്തുതിച്ചു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നിന്റെ പരാജയങ്ങളുടെ സീസണുകളെ അവസാനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തിരിക്കുകയാണ്. നിന്റെ അധരത്തിൽ വിജയഭേരിയെ നൽകി തരുവാൻ, ആഘോഷത്തിന്റെ ശബ്ദത്തെ നൽകി തരുവാൻ പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തിരിക്കുകയാണ്. നിന്നെ ഇതുവരെയും പിടിച്ചു വച്ചിരുന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നീ നടക്കുന്നത് ശവമഞ്ചത്തോട് ചേർന്നല്ല, നീ നടക്കുന്നത് ജീവന്റെ ഉടയവനാകുന്ന യേശുവിനോട് ചേർന്നാ നടക്കുന്നത്. അത്തരത്തിലൊരു പുത്തൻ സ്വാധീനം, ഒരു പുത്തൻ അനുഭവം നിന്റെ മേൽ വന്നിരിക്കുന്നതിനാൽ ആഘോഷിക്കുവാൻ പ്രാപ്തിയുള്ളവർ ആഘോഷിച്ചു. ആഘോഷിച്ചു. വിഷാദവും നിരാശയും നിന്നെ വിട്ടുപോകട്ടെ. നിന്റെ അധരത്തിൽ നിന്ന് ആഘോഷവും സ്തുതിയും ഉയരട്ടെ. സ്തുതിച്ച് നിന്റെ ഉദ്ദേശങ്ങളിലേക്ക് പ്രവേശിക്കുക. നിന്റെ വിളിയിലേക്ക് പ്രവേശിക്കുക. നിന്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുക. നിന്റെ പ്ലേസ് ഓഫ് മിനിസ്ട്രിയിലേക്ക് നീ പ്രവേശിക്കുക. നിന്റെ ശുശ്രൂഷയുടെ ഇടത്തേക്ക് നീ പ്രവേശിക്കുക. കല്ലറക്കുഴിയുടെ അരികിലല്ല നിന്റെ ശുശ്രൂഷ സ്ഥലം എന്ന് പറയുന്നത്. പട്ടണത്തിന്റെ നടുക്കാണ് നിന്റെ ശുശ്രൂഷ സ്ഥലം എന്ന് പറയുന്നത്. നിന്റെ പ്ലേസ് ഓഫ് മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുക. ആഘോഷത്തോടുകൂടെ പ്രവേശിക്കുക. അതാണ് നയൻ പട്ടണത്തിൽ നടക്കുവാനിടയായത്. ഉയർത്തെഴുന്നേറ്റവനാകുന്ന കർത്താവ്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാകുന്ന കർത്താവ്, നയൻ പട്ടണത്തിലെ ആ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവ്, ആ പട്ടണത്തിന്റെ അവസ്ഥകളെ മൊത്തമായി മാറ്റിയ കർത്താവ്, അതേ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ അവനെ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ അവനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. ഇതിന്റെ നടുവിലുള്ള പരാജിതർക്കുള്ള സന്ദേശമാണിത്. ഇതിന്റെ നടുവിൽ പെട്ടിയിൽ ആക്കുമെന്ന് വെല്ലുവിളി നടത്തുന്ന ദുഷ്ടൻ നിങ്ങളെ നോക്കി വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന് മറുപടി പറയാനുള്ള നിങ്ങളുടെ അധരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശമാണ്. വേണമെങ്കിൽ ചിലപ്പോൾ നിനക്ക് മരണവിധി വരെ വന്നിട്ടുണ്ടായിരിക്കാം. നീ മരിച്ചു പോകുന്നു ഡോക്ടർ വരെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വാ തുറന്നിട്ട് അവനോട് പറയണം, എനിക്കിപ്പം മരിക്കാൻ മനസ്സില്ല. നീ ജീവിക്കാൻ പോകുകയാണ്. നീ ജീവിച്ചിരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ ഘോഷിക്കുവാൻ പോകുകയാണ്. സാധാന, എനിക്കിപ്പോൾ ബന്ധിക്കപ്പെടാൻ മനസ്സില്ല. എനിക്കിപ്പോൾ കുഴിയിൽ പോകുവാൻ മനസ്സില്ല. എനിക്കിപ്പോൾ നിരാശപ്പെടാൻ മനസ്സില്ല. എനിക്കിപ്പോൾ പദം പറയുവാൻ, ആരോപണം ഉന്നയിക്കുവാൻ, കരയുവാൻ മനസ്സില്ല. എന്റെ അധരം കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ തുറക്കുകയാണ്. നിന്നെ കർത്താവ് എവിടെ വിളിച്ചിരിക്കുന്നു, എവിടേക്ക് വിളിച്ചിരിക്കുന്നുവോ അവിടെ നിന്ന് നിന്നെ ഓടിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ആ ശക്തി ഇന്ന് തകർന്നിരിക്കുകയാണ്. നിന്നെ വിളിച്ചിരിക്കുന്ന ഇടത്തേക്ക് നീ ധൈര്യത്തോടുകൂടെ പ്രവേശിക്കുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്. കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ. ആ സ്ഥലത്തേക്ക് കയറിക്കോ. ആ പട്ടണത്തിലേക്ക് പ്രവേശിച്ചോ. ആ ദൗത്യത്തിലേക്ക് പ്രവേശിച്ചോ. കൃപയുള്ള എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ പകർച്ച ഇപ്പോൾ സംഭവിക്കുവാനിടവരട്ടെ. ദൈവശക്തി ഈ പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം വ്യാപരിക്കുവാനിടവരട്ടെ. യേശുവിൻ നാമത്തിൽ സ്വീകരിച്ചു, വിശ്വസിച്ചു, സ്വീകരിച്ചു. നിങ്ങളുടെ അധരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാനിടവരട്ടെ. നിങ്ങളുടെ ശരീരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാനിടവരട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഈ രണ്ട് ഉയർത്തെഴുന്നേൽപ്പുകളുടെ ചരിത്രം, ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ആമേൻ, നയൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവസാനമായിട്ട് നമ്മുടെ കർത്താവ് തന്നെ ഉയർത്തെഴുന്നേറ്റവനാകുന്നു. കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ കാണുവാൻ വേണ്ടി അധികാലത്ത് തന്നെ വന്ന മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെടെയുള്ള സഹോദരിമാർ അവരോട് അവിടെ ഇരിക്കുന്ന ഒരു ദൂതൻ പറയാണ്, ഒരു വെള്ള വസ്ത്രധാരിയാകുന്ന ദൂതൻ അവരോട് പറയുകയാണ്, അവൻ ഇവിടെ, നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നത്? നസ്രേത്തുകാരനാകുന്ന യേശുവിനെയാണോ? അവൻ ഇവിടെ ഇല്ല, അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
സന്ദേശം കേട്ടിട്ടില്ലെങ്കിൽ കേട്ടുകൊള്ളുക. നാം ആരാധിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ്. അവൻ എന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നവനാകുന്നു. ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നവനായി തന്നെ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറകൾക്ക് അവനെ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല, മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ഓ യെസ്, യേശു പാതാള ഗോപുരങ്ങളെ തകർത്തുകൊണ്ട്, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം നിനക്കും കർത്താവ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ശേഷിച്ചിരിക്കുകയാണ്. യെസ്, യേശുവിൻ നാമത്തിൽ അത് സ്വന്തമാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ കണ്ടുകൊള്ളണം. നിന്റെ മുൻപിൽ ദുഷ്ടൻ കെട്ടി ഉയർത്തിയ കല്ലറകൾ തകർക്കപ്പെടുകയാണ്. ആമേൻ. അവയ്ക്ക് ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അവയെ തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ആമേൻ. കർത്താവ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് തന്നെ നിങ്ങളിൽ വസിക്കുകയാണ്. അക്ഷരീകമായിട്ട് നമ്മളുടെ ശരീരങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി അന്നല്ല, ഇപ്പോൾ തന്നെ നിന്റെ ഉള്ളിലുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇനി വൈകി വരേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നിന്റെ മേൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഉള്ളതിനാൽ യെസ്, മനസ്സിലാക്കിക്കൊള്ളുക, ഉയർത്തെഴുന്നേൽപ്പുകൾ നിനക്ക് ദിനംതോറും നടത്തുവാൻ കഴിയും. Praise the Lord. ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. നമ്മുടെ കർത്താവിനെ ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് ആ കല്ലറയുടെ ഉള്ളിലായിരുന്നപ്പോൾ മനുഷ്യകുലത്തിനു വേണ്ടി അവിടുന്ന് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചതിന് ശേഷമായി, അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞതിന് ശേഷമായി അവിടുത്തെ ശരീരം ആ കല്ലറയുടെ ഉള്ളിലായിരുന്ന സന്ദർഭത്തിൽ ആ സമയം കർത്താവ് ശുശ്രൂഷയിലാണ്. പാതാളത്തിലേക്ക് കടന്നുപോയിട്ട് വിശുദ്ധന്മാരെ പർദീസയെ കൊണ്ടുപോകുന്ന ഒരു വലിയ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരീരം കല്ലറയുടെ ഉള്ളിലായിരുന്നു. ആ കല്ലറയുടെ ഉള്ളിൽ ശരീരമായിരുന്ന സന്ദർഭത്തിൽ പുറത്തുനിന്ന് ഏതെങ്കിലും പാസ്റ്റർ വിളിച്ചു പറയേണ്ട കാര്യമില്ല, യേശുവേ പുറത്തു വരിക. യേശു ലാസറിന്റെ കല്ലറയുടെ അരികിൽ നിന്ന് ലാസറേ പുറത്തു വരിക എന്ന് പറയുവാനിടയായി. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയും സഹായം ആവശ്യമില്ല. വേറെ ഒരു പ്രവാചകനും പുറത്തു വന്ന് വിളിക്കേണ്ട കാര്യമില്ല. നാട്ടിലുള്ള ദൈവമക്കളാരും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് ജീവനെ കൊടുക്കുവാനും തിരികെ എടുക്കുവാനും അധികാരമുള്ള ജീവന്റെ ഉടയവനായിരുന്നതിനാൽ സമയം വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. Praise the Lord. Hallelujah. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി തന്നെ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. നിന്റെ മേൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഉള്ളതിനാൽ അതിന്റെ പ്രായോഗികമാകുന്ന ഇപ്പോഴത്തെ വശമെന്ന് പറയുന്നത്, നീ എവിടെയെങ്കിലും പിടിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്ന് നിനക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, നിന്റെ പേര് ചൊല്ലി വിളിക്കേണ്ട കാര്യമില്ല. നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ പ്രാപ്തിയുള്ള പരിശുദ്ധാത്മാവ് നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ ഉയർപ്പിക്കുവാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഇടങ്ങൾക്കൊന്നും നിന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. നിന്നിൽ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഉള്ളതിനാൽ ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് നീ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. ഞാൻ ആ സാധാരണ ഉയർത്തെഴുന്നേൽപ്പ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഞാനിങ്ങനെ വിശദീകരിക്കാറുണ്ട്. ഈ ദൈവപൈതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാരും കീഴോട്ട് യാത്ര ചെയ്യുന്നവരല്ല, അവർ മുകളിലോട്ട് യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങൾ ആരെങ്കിലും കീഴോട്ട് യാത്ര ചെയ്യുന്നവരുണ്ടോ, താഴോട്ട് യാത്ര ചെയ്യുന്നവരുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിനുള്ളവരാകുന്നുവോ എന്ന്. നീ താഴോട്ട് യാത്ര ചെയ്യുന്നവനല്ല, നീ മുകളിലോട്ട് യാത്ര ചെയ്യുന്നവനാണ്. ഈ യാത്ര ചെയ്താണ് അവസാനം കാഹളം കേൾക്കുമ്പോൾ നീ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് നിനക്ക് കീഴോട്ടൊരു യാത്രയില്ല, നിന്റെ ആത്മീക യാത്ര ഉയരത്തിലേക്കാണ്. ആമേൻ. ആരൊക്കെ നിന്നെ പിടിച്ചു വെച്ചാലും, ഏതൊക്കെ കല്ലറയ്ക്കകത്ത് നിന്നെ അടച്ചു വെച്ചാലും, നീ അവിടെ വന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുവാനിടവരും. നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയുടെ പരിണത ഫലമായിട്ട് നീ അവിടെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടവരും. നീ ചിലപ്പോൾ പ്രീ ഡിഗ്രിക്ക് തോറ്റെന്നിരിക്കാം, 10ാം ക്ലാസ്സിൽ തോറ്റെന്നിരിക്കാം. നീ അഭിഷേകമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നീ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടവരും. യെസ്, നിന്റെ മേൽ പലവിധമാകുന്ന ആകുലതകളും വ്യാകുലതകളും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ വന്നെന്നിരിക്കാം. അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ നീ അവിടെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടവരും. അവിടെ നിന്നെ അതിനൊന്നും പിടിച്ചു വയ്ക്കുവാൻ താൽക്കാലികമാകുന്ന ഏതെങ്കിലും ശക്തികൾക്ക്, കടഭാരത്തിനോ പരാജയത്തിനോ നിരാശയ്ക്കോ ഒന്നും പിടിച്ചു വയ്ക്കുവാൻ, അഭിഷേകമുള്ളവരെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. അതിനെയെല്ലാം തകർത്ത് നീ ഉയർത്തെഴുന്നേൽക്കുവാനിടവരും. നീ അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു ഉയർച്ച കൊണ്ട് തീരത്തില്ല. ഉയരാൻ തുടങ്ങിയാൽ നീ ഉയർന്നുകൊണ്ടേയിരിക്കും.
ആത്മാവിൽ നീ അടുത്ത നിലവാരത്തിലേക്ക് നീ ഉയരുവാനിടവരും. ഉയർന്നിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അടുത്ത ഒരു നിലവാരത്തിലേക്ക് കർത്താവ് ഉയർത്തുവാൻ പോകുകയാണ്. ഇന്നലകളിൽ നിന്നെ തടഞ്ഞു വെച്ചതെല്ലാം ഇപ്പോൾ നിന്റെ തലയ്ക്ക് കീഴിലായിരിക്കുകയാണ്, നിന്റെ കാലിന്റെ കീഴിലായിരിക്കുകയാണ്. നിന്നെ കർത്താവ് അടുത്ത ഉയരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നീ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ അവിടെ കൊണ്ടും തീരുകയില്ല. നിന്നെ കർത്താവ് അടുത്ത ഉയരത്തിലേക്ക് കൊണ്ടുപോകും. നീ മുകളിലോട്ട് പോകുന്നതിനാൽ അഭിഷേകത്തിന്റെ അടുത്ത ഉയരത്തിലേക്ക് നീ പോകും. അടുത്ത ഉയരത്തിലേക്ക് പോകും. അടുത്ത ഉയരത്തിലേക്ക് പോകും. ഒരു മേജർ ഷിഫ്റ്റ് ഈ രാത്രിയിൽ സംഭവിക്കുവാൻ ഇടവരട്ടെ. നിന്റെ കല്ലറയുടെ മുൻപിൽ ഒരു ബോർഡ് തൂങ്ങുവാൻ ഇടവരട്ടെ. ആ തോമസ്, വാളക്കുഴിയിലെ തോമസ് ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ആ ചുഴലയിലെ ലീലാമ്മ അവിടെ ഇല്ല, അവൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പ്രതികരിക്കാൻ കൃപയുള്ളവർ പ്രതികരിച്ചു കൊള്ളുക. പ്രതികരിച്ചു. അതരം തുറന്ന് പ്രതികരിച്ചു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. നിന്നെ പലരും പിടിച്ചിട്ടില്ലേ? രോഗബാധ നിന്നെ പിടിച്ചിട്ടില്ലേ? അകത്ത് കയറ്റി പിടിച്ചിട്ടില്ലേ? അവിടെ കിടന്നോ എന്ന് പറഞ്ഞില്ലേ? നീ ഒരിക്കലും എഴുന്നേൽക്കുകയില്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിടിച്ചിട്ട ദുഷ്ടൻ ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചായക്കട നടത്തുന്ന വ്യക്തി പറഞ്ഞു, ആരെയാ അന്വേഷിക്കുന്നത്? ആ ലീലാമയാണോ? അവൾ അവിടെയില്ല, അവൾ ഉയർത്തെഴുന്നേറ്റു. ദുഷ്ടാ, നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോ, അഭിഷേകമുള്ളവനെ പിടിച്ചു വെക്കുവാൻ ഒരു കല്ലറയ്ക്കും കഴിയത്തില്ല. സകല കല്ലറകളെയും തകർത്ത് അഭിഷേകമുള്ളവൻ പുറത്തു വരുവാനുള്ളവരും. പുറത്തു വരിക മാത്രമല്ല, മുകളിലോട്ടുള്ള യാത്ര ആരംഭിക്കും. ഹരിക്കോ, അടുത്ത ഉയരം, അടുത്ത ഉയരം, അടുത്ത ഉയരം, അടുത്ത ഉയരം. ആഗ്രഹമുള്ളവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. നീ അടുത്ത ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിനക്ക് വേറൊരു വലിയ അത്ഭുതമുണ്ട്. താഴെ കിടന്ന് നട്ടം തിരിയുന്ന പലരുമുണ്ട്, അവരെ നിനക്ക് കൈ പിടിച്ച് സഹായിക്കാം. അവിടെ നീ തുടരേണ്ട കാര്യമില്ല. ഈ നിലവാരത്തിലേക്ക് ഉയർന്നു വരിക. യേശുവിൻ നാമത്തിൽ അത്തരത്തിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന വചനത്തിന്റെ ശക്തിയാൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വന്നു വീഴുവാൻ ഇടവരട്ടെ. ആയിരങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. ഇന്നലകളിൽ നിന്നെ പിടിച്ചിട്ട ഇടങ്ങൾ കണ്ടെന്നിരിക്കാം. മുംബൈ പട്ടണത്തിൽ ഉണർവ് നടക്കാൻ പോകുകയാണ്. രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, മഹാരാഷ്ട്ര ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ആത്മപ്രവൃത്തി സംഭവിക്കാൻ പോകുക. സ്വാക്കിൽ ബഹറാത്ത രേഖമാൻ അസീഖ നോർ ബിയാന്തനെ അൽബോഹോ രേദിനി അത്താരി സേഖ ബഹുഷാര ദിയാർത്ഥന. ഈ രാജ്യത്ത് ആത്മാവിന്റെ ചലനമുണ്ടാകുമ്പോൾ ഒരു സൈന്യം ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോകുക. ഇതിന്റെ നടുവിലും ആ സൈന്യത്തിലെ അംഗങ്ങൾ കണ്ടെന്നിരിക്കാം. യെസ്, വാളക്കുഴയിലെ ലീലാമ്മ ഇവിടെ ഇല്ലെന്ന് ബോർഡ് തൂങ്ങട്ടെ. വാളക്കുഴയിലെ ചാക്കോച്ചൻ കല്ലറക്കകത്തില്ലെന്ന് ബോർഡ് തൂങ്ങട്ടെ. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷകളുമായി അവൻ ദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പുറപ്പെട്ടിരിക്കുന്നതിനാൽ അവന്റെ മേലുള്ള അഭിഷേകത്തിന്റെ അളവ് വർദ്ധിക്കുകയാണ്. അടുത്ത തലത്തിലേക്ക് അവൻ ഉയർന്നു വരികയാണ്. അവൻ അടുത്ത തലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ അവന്റെ കൈ നീട്ടിയാൽ താഴെ നിൽക്കുന്നവൻ വിടുവിക്കപ്പെടും. ഓ യേശുവിൻ നാമത്തിൽ ആയിരങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി കർത്താവ് നിന്റെ മേൽ ഇന്ന് രാത്രി ഒരു പകർച്ച അയക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അത് വിശ്വാസത്തോടുകൂടെ സ്വീകരിച്ചോ. യബൻതുനി രാജുല തബർസനി അർത്ഥനി ഷാർഗമനെ അർത്ഥന സ്പേതാര ധിയാർത്ഥന ദിഗൽമ താപ സകൽമാര തിയാലറ മധുനി അലഗദന. ഇന്നലകളിൽ നിന്നെ ഇട്ട് ചവിട്ടിയ ഇടം കണ്ടെന്നിരിക്കാം. കടഭാരത്തിന്റെ ഇടത്തായിരിക്കും നിന്നെ ഇട്ട് ചവിട്ടിയത്. ക്യാൻസറിന്റെ കീഴിലായിരിക്കും നിന്നെ ഇട്ട് ചവിട്ടിയത്. നീ പൊങ്ങി വന്നിരിക്കുന്നത് അവിടെ നിന്നാ. ഈ പൊങ്ങി വന്നിരിക്കുന്ന ഇടത്താ നീ ഇപ്പൊ കാല് വെച്ചിരിക്കുന്നത്. ഇന്നലകളിലെ പരാജയങ്ങളെ ഇന്ന് നിന്റെ കാലുറപ്പിക്കുവാനുള്ള പ്രതലങ്ങളാക്കി മാറ്റുന്ന അഭിഷേകമാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുന്നത്. പരാജയത്തിൽ വീണ പലരും പൊങ്ങി വന്നില്ല. അവർ പരാജയത്തോടുകൂടെ ആ കടഭാരത്തിന്റെ കീഴിൽ അവർ അമർന്നുപോയി. ക്യാൻസറിന്റെ കീഴിൽ അവർ അമർന്നുപോയി. എന്നാൽ നിന്റെ മേൽ വന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് അതിനെയെല്ലാം ജയിച്ചു പുറത്തു വരിക മാത്രമല്ല, ഇപ്പോൾ നീ ചവിട്ടി നിൽക്കുന്നത് ഇന്നലത്തെ പരാജയത്തിന്റെ മുകളിലാ. യെസ്, അവിടെ നിന്നുകൊണ്ട് നീ വിളിച്ചു പറഞ്ഞോ, മോനെ ഞാൻ അവിടെ ഇല്ല. എന്റെ വാതിൽ, എന്റെ കല്ലറയുടെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
Yes, we have voice mail അവയാമതൊരി. വാതുറന്ന് വിളിച്ചു പറയാൻ പ്രാപ്തിയുള്ളവർ വിളിച്ചു പറഞ്ഞു, എന്നെ അതിന് കിട്ടത്തില്ല. നിന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ഞാൻ പുറത്തു വന്നിരിക്കുകയാണ്. എനിക്ക് ഈ തലമുറയ്ക്ക് കൊടുക്കുവാൻ അഭിഷേകത്തിന്റെ ഒരു ശുശ്രൂഷയുണ്ട്. യെസ്, ഈ രാജ്യത്തിന് കൊടുക്കുവാൻ എനിക്കൊരു സന്ദേശമുണ്ട്. ഒരു തലമുറയെ വിടുവിക്കുവാൻ വേണ്ടി കർത്താവിന്റെ കരങ്ങളിൽ ആയുധങ്ങൾ, ആത്മിക ആയുധങ്ങൾ തന്നിരിക്കുകയാണ്. ഞാൻ വെട്ടി മുന്നേറുവാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ സകല കല്ലറകളും ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ഉയർത്തെഴുന്നേൽക്കട്ടെ, 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 ഉയർത്തെഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ, ഉയർത്തെഴുന്നേൽക്കട്ടെ. ശുശ്രൂഷകന്മാർ ഉയർത്തെഴുന്നേൽക്കട്ടെ, ശുശ്രൂഷകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ, സഭകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ, കുടുംബങ്ങൾ ദൈവരാജ്യ സംബന്ധമായി ഉയർത്തെഴുന്നേൽക്കട്ടെ, അഭിഷേകത്തിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ, ദേശങ്ങൾ ഉയർത്തെഴുന്നേൽക്കട്ടെ, കൂട്ട സ്നാനം നടക്കുവാൻ ഇടവരട്ടെ. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു രാജ്യം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? പിറക്കുമെന്ന് ഈ തലമുറ തെളിയിക്കുവാൻ പോകുകയാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ദേശം പിറക്കുവാൻ പോകുന്നു. ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറക്കുവാൻ പോകുന്നു. ഒരു ദിവസം കൊണ്ട് നിന്റെ അവസ്ഥ മാറുവാൻ പോകുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ നിറഞ്ഞവർ നടുവിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചാടി എഴുന്നേൽക്ക്. നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ പോകുകയാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ചാടി എഴുന്നേൽക്ക്. പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു. കർത്താവിന്റെ കൽപ്പന, വിശ്വാസ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിച്ചതിന് ശേഷമുള്ള സ്നാനം നീ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നീ ഒരു തീരുമാനമെടുക്കും. യെസ് ലോർഡ്, അങ്ങ് നൽകുന്ന ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ കൽപ്പന ഞാൻ അനുസരിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തിപ്പിടിക്കുക. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. യെസ് ബ്രദർ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്കൾക്ക് ദയവായിട്ടൊന്ന് മുന്നോട്ട് വരാമോ? നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായിട്ട് മുന്നോട്ട് വരിക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ തന്നെ ധൈര്യമായിട്ട് പരസ്യമായിട്ട് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ പ്രഖ്യാപിക്കുക. വേറെ ആരെങ്കിലും സ്നാനപ്പെടുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ കരങ്ങൾ ഉയർത്തി. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തുക. കരമുയർത്തി നിങ്ങൾ ദയവായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ മകന് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ ഈ മകനെടുത്തിരിക്കുന്ന അത്ഭുത തീരുമാനത്തെ സ്വർഗം അംഗീകരിക്കുന്നുവല്ലോ. തൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുത പകർച്ചയെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദർഭങ്ങൾ സ്വർഗം സന്തോഷിക്കുന്ന സന്ദർഭങ്ങളാകുമല്ലോ. ഈ മകന്റെ മേൽ കർത്താവെ അങ്ങ് പകരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആശീർവാദങ്ങളും ഈ മകന്റെ മേൽ, ഈ മകന്റെ കുടുംബത്തിന്റെ മേൽ ഇപ്പോൾ പകരണമേ എന്ന് യേശുവിൻ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയമാകുന്ന ആശീർവാദങ്ങളാൽ നീ നിറയുക. നിന്റെ തീരുമാനം മുഖാന്തരമായി അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ സംഭവിക്കുവാൻ ഇടവരട്ടെ. യേശുപുത്രൻ അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഈ രാത്രിയിൽ വ്യത്യസ്തമാകുന്ന ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങളിലൂടെ ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ അതിനെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്ന അസാധാരണമാകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അഭിഷേകമുണ്ട്. അതിൻ്റെ ഒരു സ്പർശനം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഓ യെസ് ലോർഡ്. ഓ വ്യാപരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണമേ. എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ വ്യാപരിക്കണമേ. എൻ്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിക്കണമേ എന്ന് പറയുന്നവർ കരമുയർത്തിപ്പിടിക്കുക. ആ കരമുയർത്തിയവർ ദയവായിട്ട് മുന്നോട്ട് വരണമെന്ന് ഞാൻ വിനയ പരിശ്രമം ഓർപ്പിക്കുകയാണ്. ഈ സമാപന രാത്രിയിൽ ഒരു വലിയ പകർച്ച നടക്കാൻ പോകുകയാണ്. ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ വേഗത്തിൽ മുന്നോട്ട് വന്നുകൊള്ളണം. ഒരു വലിയ പകർച്ച നടക്കുവാൻ പോകുകയാണ്. എൻ്റെ മുൻപിൽ ഒരു വാതിലുകൾക്കും ഇനി അടഞ്ഞു കിടക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുവാൻ പോകുകയാണ്. ഓ ലാമ ഹതോരാ സ്മനാദി അർത്ഥന ലാ ബാ 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 ബാ. രോഗികളുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ തന്നെ മുന്നോട്ട് വരണം. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങാൻ പോകുകയാണ്. ഒരൊറ്റ ബന്ധനത്തിനും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കുവാൻ പോകുന്നു. അസാധാരണ സൗഖ്യം വ്യാപരിക്കുവാൻ പോകുന്നു. അസാധാരണ ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുവാൻ പോകുകയാണ്. വന്നവർ വെറുതെ നിൽക്കരുത്. നിങ്ങൾക്ക് വായുണ്ടെങ്കിൽ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. തീ പോലൊരു അനുഭവം. അഭിഷക്തരെ,
തീ പോലുള്ള ഒരു അനുഭവം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് അയക്കുക. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ തീ പോലെ. ഓഹോ വാഹാ ബാബാ 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 ഓ ജാനാ സാ താ 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 ഈബാരാ ബാബാ ബാബാ റീതന ബാബാ ഈന ബാബാ ബാബാ. ഒരു പുതിയ ഉയരം. ആ പിന്നിൽ നിൽക്കുന്നവരെ ദയവായിട്ട് മുന്നോട്ട് അടുത്ത് നിൽക്കുക. മുന്നോട്ട് അടുത്ത് നിൽക്കുക. മുന്നോട്ട് അടുത്ത് നിൽക്കുക. ആ പിന്നിൽ നിൽക്കുന്നവരും ഇന്ന് രാത്രി ഭയങ്കരമാകുന്ന കർത്താവിന്റെ ആശീർവാദങ്ങൾ പകരപ്പെടുന്ന ഒരു രാത്രിയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. അതിനാൽ വെറുതെ ആണെങ്കിലും തോന്നുന്നില്ലെങ്കിൽ പോലും ഒന്ന് അടുത്തു നിന്നോ. കർത്താവ് ചില നന്മകളെ നിന്റെ മേൽ വാരിയിടാൻ പോകുകയാ. പ്രതികരിച്ചു. വാ തുറന്ന് പ്രതികരിക്കാൻ കൃപയുള്ളവർ പ്രതികരിച്ചു. അഭിഷേകത്തിന്റെ ഒരു പകർച്ച. അഭിഷേകത്തിന്റെ ഒരു പകർച്ച. ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. അമാനുഷിക മണ്ഡലം തുറക്കപ്പെടട്ടെ. അധികാരത്തിന്റെ മണ്ഡലം തുറക്കപ്പെടട്ടെ. നിനക്ക് രാത്രി കർത്താവ് ഒരു പുരോഗതി തരിക. നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് കർത്താവ് നിനക്ക് ഷിഫ്റ്റ് തരിക. അടുത്ത നിലവാരത്തിലേക്ക് കർത്താവ് നിന്നെ ഉയർത്തുന്നു. യേശുവിൻ നാമത്തിൽ നിന്റെ മേൽ അഭിഷേകം തീർക്കട്ടെ. സൂപ്പർ നാച്ചുറൽ നിനക്ക് വേണ്ടി വെളിപ്പെടട്ടെ. സൗഖ്യമാണ്. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാണ്. ശക്തിയാണ്. അഭിഷേകത്തിന്റെ തീ. ഇവനെ യൂറോപ്പിന്റെ ഒരു പ്രവാചകനായി അപ്പോസ്തലനാക്കി മാറ്റുന്നത്. ഇംഗ്ലണ്ട്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, യൂറോപ്പ്. ഒരു വെള്ളക്കാരുടെ ഇടയിൽ തീ ഇവരെ പഠിപ്പിക്കട്ടെ. അഭിഷേകം നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. രാജ്യങ്ങളുടെ അപ്പോസ്തലനായി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുക. നിന്റെ ശുശ്രൂഷ നീ പുനരുത്ഥാന നാൾ വരെ മാറ്റിവെക്കരുത്. ചിലർ പറയും പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. നോ, റിസറക്ഷൻ ഡേ വരെ മാറ്റിവെക്കരുത്. നിന്റെ മിനിസ്ട്രി എന്ന് തുടങ്ങുക. Because Jesus is the resurrection and life. നീ നേഷൻസിന്റെ അപ്പോസ്തലനാ. ശബ്ദം തുറന്നു വരട്ടെ. നിന്റെ നാക്ക് തീ കത്തട്ടെ. നിന്റെ കൈകളിൽ തീ കത്തട്ടെ. അഭിഷേകത്തിന് പകർച്ച ഉണ്ടാകട്ടെ. ശുശ്രൂഷയുടെ പകർച്ച ഉണ്ടാകട്ടെ. നേഷൻസിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വേർതിരിക്കുന്നു. From വാളക്കുഴി to nation. അഭിഷേകത്തിന്റെ കൈവപ്പ് ഇപ്പോൾ ഇവന് വരുന്നവന്റെ പരിശുദ്ധാത്മാവിനെ തുടരാൻ പരിശുദ്ധാത്മാവിനെ
നാമത്തിൽ ഈ മകളുടെ മേൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. അതിശയകരമായ സ്പർശനം ഈ മകളുടെ മേൽ ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ പ്രധാന ഭാഗമാകുന്ന ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽപ്പിക്കുന്നവരുടെ ഒരഭിഷേകം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഭയങ്കര ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരു വലിയ കൂട്ടത്തെ ഇതിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കുകയാണ്. അന്ത്യകാല ഉണർവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം ഇതിന്റെ നടുവിലുണ്ട്. ഓ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക, സ്നാനപ്പെടുക, അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ വ്യാപരിക്കുന്നത് ഒരു അന്ത്യകാല ഉണർവിന്റെ പകർച്ച കർത്താവ് പകരുന്ന സമയമാണ്. യെസ്, ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രാപിച്ചോണം. ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആത്മാവിൽ പറഞ്ഞു, ഫ്രം വാളക്കുഴി ടു നേഷൻസ്. ഇവനെ കർത്താവ് യൂറോപ്പിൽ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. നിന്നെ കുറിച്ച് കർത്താവിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഓ യെസ്, അത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ മേൽ അഭിഷേകത്തിന്റെ പുറപ്പ് വന്ന് വീഴുക. യെസ്, ആ ദേവദാസൻ ഇന്നലെ വന്ന കഴിഞ്ഞ ദിവസം കണ്ടത് ദേവദാസൻ. ആ ദേവദാസൻ സഭയുടെ അവസ്ഥ തന്നെ മാറാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് നിനക്ക് വേണ്ടി വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ന് നീ വിശ്വസിച്ച് സ്വീകരിച്ചോ. ഇപ്പോൾ നിന്റെ മേൽ ആ ആത്മാവിന്റെ തീ. നിങ്ങൾക്കറിയാമോ, അമാനുഷികത, സൂപ്പർ നാച്ചുറലിന്റെ ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അവിടെ നീ കയറിയാൽ നീ ഇതുവരെ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്റെ മുൻപിൽ അവിടെ വെളിപ്പെടുകയാണ്. ഓ, പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. സഹോദരി സഹോദരി ഇനി നിന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. ഇനി നിന്നെ ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. എല്ലാ പെട്ടികളെയും തകർത്തുകൊണ്ട് നീ പുറത്തു വരികയാണ്. എല്ലാ കെട്ടുകളെയും തകർത്തുകൊണ്ട് നീ പുറത്തു വരികയാണ്. ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ കതട കതട കതട. അഭിഷേകത്തിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു വലിയ മേജർ ഷിഫ്റ്റ് നടക്കട്ടെ. അഭിഷക്ത, ഇന്ന് വന്ന ഒരു പ്രൊമോഷൻ പോലെ, ഒരു പ്രോഫറ്റിക് ആക്ട് പോലെ നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് കർത്താവിനെ സ്പിരിച്വലിന്റെ അടുത്ത ഒരു റിലത്തിലേക്ക് ഇപ്പോൾ കൈപിടിച്ചുയർത്തുകയാണ്. അത് വ്യക്തമായി അനുഭവിക്കുന്ന നിമിഷമാകുന്നു എന്ന ആത്മാവ് കൃത്യമായി നിന്നോട് ഇടപെടുകയാണ്. നീ കണ്ടിട്ടില്ലാത്തതും നീ സ്പർശിച്ചിട്ടില്ലാത്തതുമാകുന്ന ഇടങ്ങൾ ഇതാ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. വാതിലുകൾ തുറക്കപ്പെട്ട് കിടക്കുന്നു, തുറക്കപ്പെട്ട് കിടക്കുന്നു. യേശുവിൻ നാമത്തിൽ അഭിഷേകത്തിന് പകർച്ച ആഗ്രഹിക്കുന്നവരുടെ മേലെല്ലാം പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ. ഓരോ സഹോദരിമാരുടെ മേലും ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ഓരോ എൻഡ് ടൈം മൂവിന് വേണ്ടിയുള്ള തീ ഓരോ സഹോദരിമാരുടെ മേലും സഹോദരന്മാരുടെ മേലും ഇറങ്ങട്ടെ. വിശ്വസിക്കുന്നവർ പ്രതികരിക്കുവാൻ കൃപയുള്ളവർ പ്രതികരിച്ചോ. വാതുറന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്വീകരിച്ചോ. Rojana Sabatana Sagaltani, Shotar Bakanadi Arthuni, Yamo Sumatano, Rotmana Sagaltana, Shotar Bayana Tankamatuna Spatani, Yaba Samatana, Saida Tarasa Kaladana, Jana Sagaltani, Anthony Smartani, Usho Rotor, Sabi Tarash Madani.